എന്ന നമ്മുടെ ഹോമിയോപ്പതി കേരള. അതെ, മോൾ അടുത്ത് വന്നപ്പോഴേ പെട്ടെന്ന് അങ്ങ് ശ്രദ്ധ പോയി. എന്ന സംഘടനയുടെ വളരെ തലപ്പത്തിരുന്ന് വളരെ നല്ല നേതൃത്വത്തിലിരുന്ന് പല കാര്യങ്ങളും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. തീർച്ചയായും ഇന്നത്തെ ഈ ദിനം എന്തുകൊണ്ടും അതിഗംഭീരമാകണം. അദ്ദേഹത്തിന് 25 വർഷത്തിലധികം ചികിത്സാ അനുഭവങ്ങളുള്ള വ്യക്തിത്വമാണ്. തീർച്ചയായും മണിത്തോട്ടം ഹോമിയോപ്പതി ക്ലിനിക് എന്ന ഒരു സ്ഥാപനം അദ്ദേഹം നടത്തുന്നുണ്ട്. അതിന് 4 ബ്രാഞ്ചുകൾ ഇപ്പൊ തന്നെ ഉണ്ട്. പ്രധാനമായിട്ടും മൂവാറ്റുപുഴ, അതുപോലെ തന്നെ പെരുമ്പാവൂര്, കൂത്താട്ടുകുളം, കാക്കനാട് എന്നീ മേഖലകളിലാണ്. ഇനിയും അത് വിപുലപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങളും അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ തന്നെ ധാരാളം ജൂനിയർ ഡോക്ടർമാരെ കൂടെ ഇരുത്തി അവരെ ഹോമിയോപ്പതിയിൽ മിടുക്കന്മാരാക്കുന്നതിനുള്ള ശ്രമങ്ങളും അദ്ദേഹം നടത്തുന്നുണ്ട്. അവർക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടും ഇത്രയും നല്ലൊരു മികച്ച വ്യക്തിത്വമുള്ള ഒരു ഡോക്ടറെ നമ്മുടെ വേദിക്ക് കിട്ടിയതിൽ നമുക്ക് സന്തോഷിക്കാം, നമുക്ക് അഭിമാനിക്കാം. തീർച്ചയായും അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ഒക്കെ ഈ വേദിയിൽ വരുന്നുണ്ട്. എല്ലാവരെയും IFBHന്റെ പേരിൽ ഈ വേദിയിൽ പങ്കെടുത്തിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകമായിട്ട് നമ്മുടെ ഇന്നത്തെ അതിഥിയായി എത്തുന്ന ഡോക്ടർ ജെയിംസ് മണിത്തോട്ടത്തെ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം ഡോക്ടർ. നിങ്ങൾക്ക് തുടങ്ങാം. ഡോക്ടർ അൺമ്യൂട്ട് ചെയ്തിട്ടുള്ളൂ. ഓക്കെ അല്ലേ? ഓക്കെ. നമസ്കാരം. ആദ്യമായി ഡോക്ടർ ധനേഷ് എന്നെ പറ്റി പറഞ്ഞ നല്ല വാക്കുകൾക്ക് നന്ദി പറയുന്നു. കാരണം കുറെ നാളായി ഒരു പ്രൈസിങ് വേർഡ്സ് കേട്ടിട്ട്. അതുകൊണ്ട് താങ്ക് യു ഡോക്ടർ ധനേഷ്. പ്രത്യേകിച്ച് ഡോക്ടർ ധനേഷ് എന്നോട് പല പ്രാവശ്യം നിരവധി തവണ IFBHന്റെ പ്രോഗ്രാമിൽ ചെറിയൊരു പ്രസൻറ്റേഷൻ വേണമെന്ന് പറഞ്ഞപ്പോഴും ഞാൻ സ്കിപ്പ് ചെയ്തു. മറ്റൊന്നുകൊണ്ടുമായിരുന്നില്ല, നമ്മൾ ഡോക്ടേഴ്സിനെ ക്ലാസ് എടുക്കുക എന്ന് പറഞ്ഞാൽ അതിന് കുറച്ച് ഡീപ്പ് നോളജ് വേണമെന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. എൻ്റെ പാഷൻ എന്ന് പറഞ്ഞാൽ പബ്ലിക് അവയർനെസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പലപ്പോഴും നമ്മൾ ഡോക്ടേഴ്സിന് ക്ലിനിക്കൽ ടിപ്സ് കൊടുക്കുക, നമ്മുടെ വണ്ടർഫുൾ കേസസ് പ്രസൻറ്റ് ചെയ്യുക എന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്നിരുന്നാലും ഇങ്ങനെ സ്കിപ്പ് ചെയ്യുമ്പോഴാണ് ഡോക്ടർ ധനേഷിനോട് ചെയ്യുന്ന ഒരു ചലഞ്ചായിട്ട് എനിക്ക് തോന്നുകയും നിരവധി നമ്മൾ ഏകദേശം 2020 മുതൽ IFBH കണ്ടിന്യൂസ് ആയിട്ട് ഈ പ്രോഗ്രാം എല്ലാ ഈവനിങ്ങിലും 1250 49 അതിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ വേൾഡ് റെക്കോർഡ് തന്നെ ആയി മാറുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് IFBHന്റെ സംഘാടകർ, സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗങ്ങളെ എല്ലാവരെയും മുക്തകണ്ഠം പ്രശംസിക്കുവാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കട്ടെ. താങ്ക് യു വൺസ് അഗെയിൻ. ഓക്കെ. പണ്ട് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയോട് പശുവിനെ പറ്റി 10 വാക്കുകൾ എഴുതുക എന്ന് പറഞ്ഞപ്പോൾ കുട്ടിക്ക് പശു പാൽ തരുന്നു എന്ന് മാത്രമൊക്കെ എഴുതാൻ അറിയുന്നുള്ളൂ. അപ്പോൾ പിന്നെ കുട്ടി എഴുതി പശുവിനെ തെങ്ങിലാണ് കെട്ടുന്നത്, തെങ്ങിൽ കയറ് ഉപയോഗിച്ചാണ് ബന്ധിക്കുന്നത്, പിന്നെ തെങ്ങിനെ പറ്റിയാണ് കൂടുതൽ എഴുതിയത് എന്ന് പറഞ്ഞ ഒരു അവസ്ഥയാണ് ഇന്നുള്ളത്. ഞാനിന്ന് ധനേഷ് ഡോക്ടറെ വീണ്ടും വിളിച്ചു. ഞാൻ ക്ലിനിക്കൽ ടിപ്സ് ഒന്നും കൊടുക്കാൻ മാത്രം എഫിഷ്യൻ്റ് അല്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ മതി എന്ന് വീണ്ടും എന്നെ പ്രോത്സാഹിപ്പിച്ചതിൻ്റെ വെളിച്ചത്തിൽ വീണ്ടും ഞാൻ ചെയ്യുന്ന പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ 25 വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു. ഹെൽപ്പ് എന്ന് പറഞ്ഞൊരു ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട്. ഹെൽപ്പ് ഹോളിസ്റ്റിക് എഡ്യൂക്കേഷണൽ ലൈഫ് സ്കിൽസ് പ്രോഗ്രാം എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അത് നമ്മൾ സ്കൂൾ തലങ്ങളിൽ, സ്കൂൾ കോളേജ് തലങ്ങളിൽ കുട്ടികളിൽ കണ്ടുവരുന്ന ലേണിംഗ് പ്രോബ്ലം, ഇമോഷണൽ ചലഞ്ചസ്, ബിഹേവിയർ ഡിസോർഡേഴ്സ് ഇതൊക്കെ എങ്ങനെ കറക്റ്റ് ചെയ്യാം എന്നുള്ള കാര്യത്തിൽ നമ്മൾ ഒരു അവയർനെസ് ക്ലാസ് കൊടുക്കുന്ന പ്രോഗ്രാമാണ്. അത് നമ്മൾ സാധാരണ സ്കൂളുകളിൽ നമ്മളൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് അടുത്തുള്ള സ്കൂളുകളിൽ നിന്നൊക്കെ ഡോക്ടറെ ഇവിടെ ഒരു ക്ലാസ് എടുക്കാമോ എന്ന് ചോദിക്കും. സാധാരണ ഇതിൽ നമ്മൾ തിരക്കാണ്, വയ്യ എന്ന് പറയുന്നതിന് കാരണം നമുക്കത് കോമ്പിറ്റൻ്റ് അല്ല, നമുക്കതെങ്ങനെ 1 മണിക്കൂർ പ്രസൻറ്റ് ചെയ്യാമെന്നുള്ളൊരു പേടിയും ഉത്കണ്ഠയും ഒക്കെയാണ്. പക്ഷേ എന്നിരുന്നാലും അംഗൻവാടി ക്ലാസ്സുകളിൽ നമ്മൾ ഈ ട്രെയിനിങ് ക്ലാസ്സുകൾ തുടങ്ങി
LP UP സ്കൂൾ ഹൈസ്കൂൾ വിട്ട് നമ്മൾ ആർട്സ് കോളേജുകൾ, പ്രൊഫഷണൽ കോളേജുകൾ, എഞ്ചിനീയറിംഗ് കോളേജുകൾ, ഡെന്റൽ കോളേജ് വരെ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ പാരൻസിനെയാണ്. കുട്ടികൾക്ക് വേണ്ടി ഒരു ക്ലാസ് എടുക്കാൻ ഞാൻ സാധാരണ പോകാറില്ല. എന്നിരുന്നാലും ചില സ്കൂളുകൾ, കോളേജുകൾ നിർബന്ധിക്കുമ്പോൾ നമ്മൾ മോട്ടിവേഷണൽ സ്പീക്കേഴ്സിനെ കൂടെ ആഡ് ചെയ്യും. അപ്പം ഞങ്ങൾ കമ്പൈൻഡ് ആയിട്ട് പോകും. പാരന്റിങ് ക്ലാസ് ആണ്. പാരൻസിനെ നമ്മൾ അവെയർ ചെയ്താൽ മാത്രമേ ഹോമിയോപ്പതിയുടെ അനന്ത സാധ്യതകൾ നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു വിശ്വാസമാണ്. ഹോമിയോപ്പതിയെ നമ്മൾ പ്രചരിപ്പിക്കേണ്ട ഒരു കാലഘട്ടം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് നമ്മൾ ഡോക്ടേഴ്സിന് ക്ലാസ് എടുക്കുന്നതിനേക്കാളും ഉപരി പബ്ലിക്കിന് ക്ലാസ് കൊടുക്കുമ്പോൾ ഹോമിയോപ്പതി വളരുന്നു, ഹോമിയോപ്പതി ജനകീയവൽക്കരിക്കപ്പെടുന്നു, ഒപ്പം നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് മാർക്കറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളൊരു സത്യവും കൂടി ഇതിൻ്റെ അകത്ത് നമ്മളെ ഓരോ ഡോക്ടർമാരും മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം ആ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് ഹോമിയോപ്പതിക്ക് അംഗീകാരം, നമ്മൾ എന്ന വ്യക്തിക്ക് അംഗീകാരം, നമ്മൾ കമ്മ്യൂണിറ്റി സർവീസ് ചെയ്യുന്നു, അവർക്ക് അവയർനെസ് കൊടുക്കുന്നു. അപ്പം ഞാൻ എപ്പോഴും ക്ലാസ് കൊടുക്കുമ്പോൾ ഞാനൊരു മോട്ടിവേഷണൽ സ്പീക്കർ അല്ല എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും തുടങ്ങുന്നത്. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അവയർനെസ് സ്പീക്കർ എന്ന് പറയും. അപ്പോൾ നമ്മൾ കേരളത്തിൽ മലയാളികളുടെ ഒരു മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ മക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി മാത്രം ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നവരാണ്. എത്ര കഷ്ടപ്പാടുള്ള സാമ്പത്തിക പ്രതിസന്ധിയുള്ള പേരൻസ് ആണെങ്കിലും അവർ മക്കളെ പഠിപ്പിച്ച് വലുതാക്കി വളർത്തി വലിയ നിലവാരത്തിൽ എത്തിക്കാനുള്ള ഒരു തീവ്ര കഠിന ശ്രമത്തിലാണ്. അപ്പം ആ ഭാഗത്ത് നമ്മൾ പലപ്പോഴും വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും മുൻതൂക്കം കൊടുക്കുമ്പോൾ പലപ്പോഴും നമ്മൾ പേഴ്സണാലിറ്റി, ഒരു വ്യക്തിത്വ വികസനം, വിദ്യാഭ്യാസത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം വ്യക്തിത്വ വികസനം എന്നുള്ള കാര്യം നമ്മൾ മലയാളികൾ മറന്നു പോവുകയും അപ്പോൾ നമ്മളെ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഓഡബിൾ വിദ്യാഭ്യാസത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം വ്യക്തിത്വ വികസനമാണ്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആയിരിക്കുന്നു. പക്ഷേ ഇന്ന് നമ്മുടെ സ്കൂൾ കോളേജ് തലങ്ങളിൽ നിന്ന് ഇറങ്ങി വരുന്ന കുട്ടികളുടെ അവസ്ഥ നമുക്കറിയാം. പരീക്ഷയിൽ വിജയിച്ച് ജീവിതത്തിൽ തോറ്റുപോകുന്ന വിദ്യാർത്ഥികളെ വാർത്തെടുക്കുന്ന കലാലയങ്ങളായി മാറിയിരിക്കുന്നതാണ് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം. നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു ആൻസൈറ്റിയും ഇൻസെക്യൂരിറ്റിയാണെന്നാണ് എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ. ഇപ്പം ഇങ്ങനെയുള്ള ഒറ്റരണത്തിൽ നമ്മളുടെ ഒരു പ്രത്യേക റോൾ, നമ്മൾ സ്കൂൾ കോളേജ് തലങ്ങളിൽ പാരന്റിങ് ക്ലാസ്സുകളുമായി മുന്നോട്ട് പോകുമ്പോൾ ഞാൻ അതിന് കൊടുക്കുന്ന ക്യാപ്ഷൻസ് ഹോമിയോപ്പതി ക്ലാസ് എന്ന് പറഞ്ഞ ഒരു ക്ലാസ് ഒരിക്കലും കൊടുക്കാറില്ല. അതിന് നമ്മൾ നോ യുവർ ചൈൽഡ്, നിങ്ങളുടെ കുട്ടികളെ തിരിച്ചറിയുക, അല്ലെങ്കിൽ നമ്മൾ ഇമോഷണൽ ചലഞ്ചസ് ഇൻ ചിൽഡ്രൻ, അല്ലെങ്കിൽ ലേണിംഗ് ആൻഡ് ബിഹേവിയർ ഡിസോർഡേഴ്സ് ഇൻ ചിൽഡ്രൻ, ഇങ്ങനെയുള്ള ഒരു ക്യാപ്ഷൻസ് കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഹോമിയോപ്പതിയെ ഇൻഡയറക്റ്റ് ആയിട്ട്, ഹോമിയോപ്പതിയെ പറ്റി അവിടെ നമ്മൾ സംസാരിക്കുന്നേ ഇല്ല. നമ്മൾ ഈ പറഞ്ഞ നമ്മളുടെ കുട്ടികൾ നേരിടുന്ന ചലഞ്ചസ്, അക്കാഡമിക് ചലഞ്ചസ്, ഫിസിക്കൽ ചലഞ്ചസ്, ഇമോഷണൽ ചലഞ്ചസ്, അങ്ങനെ മൂന്നായിട്ട് തിരിക്കാം. എന്താണ് ഫിസിക്കൽ ചലഞ്ചസ് എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട്, ഇപ്പോൾ നമ്മൾ ഒരു വിദ്യാർത്ഥി പഠിക്കുന്നില്ല, ഒരു കുട്ടി പഠിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അനവധി കാരണങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. വീട്ടിലെ സാഹചര്യങ്ങൾ, സ്കൂളിലെ സാഹചര്യങ്ങൾ, ആ കുട്ടിയുടെ ഇൻ്റലിജൻറ്റ് ലെവൽസിലുള്ള പ്രശ്നങ്ങൾ, ഇമോഷണൽ ചലഞ്ചസ്, അങ്ങനെ നിരവധി പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ എന്താണ്, ഇപ്പം നമ്മൾ ചിലപ്പോൾ കുട്ടികൾ അവർക്ക് കണ്ണിൻ്റെ കാഴ്ചയുടെ പ്രശ്നങ്ങളായിരിക്കാം, കേൾവിയുടെ പ്രശ്നങ്ങളായിരിക്കാം. അപ്പോൾ ഫിസിക്കൽ ചലഞ്ചസ് ആണെങ്കിൽ നമ്മൾ ആ രീതിയിലുള്ള ഡയറക്ഷൻ കൊടുക്കുന്നു. ഇപ്പോൾ ചില കുട്ടികൾക്ക് വളരെ ക്വൈറ്റ് ഇൻ്റലിജൻ്റ് ആണ്, IQ ഒക്കെ ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ജീനിയസ് ആണ്, ബ്രൈറ്റ് ആണ്, ഇൻ്റലിജൻ്റ് ആണ്, 120, 130 ഒക്കെ ആയിരിക്കും. പക്ഷെ പരീക്ഷയിൽ മാർക്കില്ല. അങ്ങനെ വരുമ്പോൾ പേരൻസും മാതാപിതാക്കളും തൃശങ്കു സ്വർഗത്തിലാണ് നമ്മൾ കേരളത്തിൽ. അപ്പം നമ്മൾ വിദ്യാഭ്യാസത്തിന് അത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംസ്കാരമാണ് നമുക്കെന്നറിയാം. അപ്പം അവരുടെ ഉത്കണ്ഠകൾക്കും ഭീതികൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരമായി നമ്മൾ ഒരു അവയർനെസ് ക്ലാസ്സുമായി മുന്നിൽ ചെല്ലുമ്പോൾ അവരെ ഇതെന്താണ് പ്രശ്നം, നിങ്ങളുടെ കുട്ടികളുടെ പ്രശ്നം IQവിൻ്റെ പ്രശ്നമാണോ, ആറ്റിറ്റ്യൂഡിൻ്റെ പ്രശ്നമാണോ, ഇൻ്റലിജൻസിൻ്റെ പ്രശ്നമാണോ, അത് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ആണോ, ഇമോഷണൽ ചലഞ്ചസ് ആണോ, നിയന്ത്രണ വിധേയമല്ലാത്ത ദേഷ്യം, സങ്കടം, പേടി, ടെൻഷൻ, നെഗ്ലക്റ്റഡ് ഫീലിംഗ്, ടെൻഡൻസീസ്, നമ്മൾ നിരവധി ഇൻഹിബിഷൻസ് ഉള്ള കുട്ടികളുടെ ടെൻഡൻസീസ് ഉണ്ട്, OCD ഉണ്ട്, ടിക്സ് ഉണ്ട്. അങ്ങനെ നമ്മളൊരു സൈക്കാട്രിസ്റ്റുകൾ ക്ലാസ് എടുക്കുന്ന രീതിയിൽ നമുക്ക് നമ്മുടെയൊക്കെ ഏതൊരു മെഡിക്കൽ എടുത്താലും ആദ്യം മൈൻഡാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ ആ മൈൻഡിന് നമ്മൾ അത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പോലും നമ്മൾ ട്രീറ്റ്മെൻറ്റിൽ പലപ്പോഴും പനിയും ചുമയും ചൊറിയും ഒക്കെ ചികിത്സിച്ച് നടക്കുമ്പോഴും നമ്മൾ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അല്ല, സാധാരണ കോട്ടയപ്പോൾ കൗൺസിലിംഗ് പഠിച്ചവർ പോലും 1000 രൂപ കൺസൾട്ടിങ് ഫീസ് മേടിക്കുന്നു.
അപ്പോൾ നമ്മൾ പലപ്പോഴും കേസ് ടേക്കിംഗ് ഒക്കെ ആയിട്ട് അരമണിക്കൂർ, 3/4 മണിക്കൂർ, 1 മണിക്കൂർ എടുത്തിട്ടും നമ്മൾ പ്രോപ്പറായിട്ട് കൺസൾട്ടിങ് ഫീസ് മേടിക്കാനുള്ള ഒരു കോൺഫിഡൻസ് പോലും കിട്ടാത്ത രീതിയിലാണ് നമ്മൾ പലപ്പോഴും കോളേജിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന കുട്ടികൾ, ഞാൻ കോളേജിൽ നിന്ന് പുറത്ത് വരുമ്പോൾ പല ഡോക്ടേഴ്സിൻ്റെയും കീഴിൽ ഒരു പ്രാക്ടീസ് അല്ലെങ്കിൽ ട്രെയിനിങ്ങിന് വേണ്ടി നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ട് ലീഡിംഗ് ആയിട്ടുള്ള പല ഡോക്ടേഴ്സും ലീഡിംഗ് അല്ലാത്തവരും നമ്മളെ വെൽക്കം ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണെന്നറിയില്ല, നമ്മുടെ കയ്യിലിരിപ്പുകൊണ്ടാണോ എന്നറിയില്ല. എന്നിരുന്നാലും വളരെ നിരാശനായി നമ്മൾ പോന്നിരുന്നു. പക്ഷെ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ നമ്മുടെ ക്ലിനിക്ക് 4 സെൻറ്റേഴ്സ് ഉണ്ടെങ്കിലും നമ്മൾ ജൂനിയർ ഡോക്ടേഴ്സിന് ഈ കൗൺസിലിംഗ് ടെക്നിക്സ്, ലേണിംഗ് ഡിസബിലിറ്റി ടെക്നിക്സ്, ഹൗ ടു ഡീൽ വിത്ത്, ഹൗ ടു കൺവിൻസ് പേഷ്യൻസ്, ഹൗ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് പേഷ്യൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ 2-3 months ട്രെയിനിങ് കൊടുത്ത് ആ ട്രെയിനിങ്ങിന് ശേഷം അവരെ എവിടെയെങ്കിലും അവരുടെ നാട്ടിൽ പോയി ക്ലിനിക്ക് തുടങ്ങിയാൽ അവർ കോമ്പിറ്റൻ്റ് എനഫ് ടു റൺ എ ക്ലിനിക് എന്നുള്ള രീതിയിൽ നമ്മൾ അവരെ ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ച് ചേർത്താൻ നമുക്ക് സാധിക്കാറുണ്ട്. അപ്പം ആ ഏരിയയിൽ നമ്മൾ മെയിൻലി ചെയ്യുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ പേരൻസിന് ADHD എന്താണ്, MR മെൻ്റൽ റിട്ടാർഡേഷൻ, IQ എന്താണ്, EQ എന്താണ്, ഇമോഷണൽ ചലഞ്ചസ് എന്താണ്, അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ അവരോട് പറയുന്നത്, ഹോളിസ്റ്റിക് എഡ്യൂക്കേഷണൽ ലൈഫ് സ്കിൽസ് പ്രോഗ്രാം എന്നുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാം വഴി നിങ്ങളുടെ കുട്ടിയുടെ ക്വാളിറ്റി, നിങ്ങളുടെ കുട്ടിയുടെ അക്കാഡമിക് ചലഞ്ചസ് എന്താണ്, റൈറ്റിംഗ് പ്രോബ്ലം ആണോ, റീഡിംഗ് പ്രോബ്ലം ആണോ, മാത്തമാറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി അവർക്ക് ഒരു ക്ലാസ് കൊടുക്കുമ്പോൾ അവർ ഇത് ഒരു ഹോമിയോപ്പതി ഫിസിഷ്യനാണ്, അങ്ങനെയാണ് നമ്മൾ അവിടെ ഡെസിഗ്നേഷൻ കൊടുക്കുന്നത്. ഈ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്ന പലപ്പോഴും നമ്മൾ കൗൺസിലർ, സൈക്കോളജിസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എടുത്ത് പറയുന്ന, ഞാൻ ആരാണ് സെൽഫ് ഇൻട്രൊഡക്ഷൻ തന്നെ, ചിലർ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ ഹോമിയോപ്പതി ഫിസിഷ്യനാണ് എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ ക്ലാസ് തുടങ്ങാറ്. കാരണം ഹോമിയോപ്പതി ഡോക്ടറാണ് ക്ലാസ് എടുക്കുന്നതെന്നുള്ള ആ പേരൻസ് അറിയണം, ആ ഓഡിയൻസ് അറിയണം. അന്നേരം കാരണം നമ്മൾ ഇൻഡയറക്റ്റായിട്ട് നമ്മൾ ഒരു ക്ലാസ്സിന് ശേഷം ഈ പറയുന്ന പേരൻസ് നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമില്ലാത്ത കുട്ടികൾ ഉറപ്പായിട്ടും അക്കാഡമിക് ലെവലിലോ അല്ലെങ്കിൽ ഇമോഷണൽ ലെവലിലോ ഏതെങ്കിലും പ്രശ്നമില്ലാത്ത ഒരു കുട്ടികൾ നമ്മുടെ സമൂഹത്തിലില്ല. അപ്പോൾ ആ കുട്ടികളെ നമ്മൾ സൈക്കാട്രിസ്റ്റിൻ്റെ സഹായമില്ലാതെ അവരെ അക്കാഡമിക് ലെവലും അവരുടെ പേഴ്സണാലിറ്റിയും സമൂഹത്തിലെ ഒരു ശരിയായി പൗരനായി വളർത്തി എടുക്കാൻ ഉതകുന്ന രീതിയിൽ നമ്മളെ അവരുടെ അസസ്മെൻറ്റ് നടത്തി, അവരുടെ കരിയർ ഗൈഡൻസ് കൊടുത്ത്, അവർക്ക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തി അവരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ആ കുട്ടികൾ ഭാവിയിൽ, ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ ബ്രില്യനിലൊക്കെ പഠിക്കുന്ന പിള്ളേർ, ബ്രില്യനിൽ നമ്മൾ എൻജിനീയറിങ്ങും മെഡിസിനൊക്കെ എൻട്രൻസിന് വേണ്ടി പഠിക്കുന്ന കുട്ടികൾ പലപ്പോഴും അമിതമായ ഉത്കണ്ഠയും പരീക്ഷ പേടിയും മാനസിക പിരിമുറുക്കവും ഉത്കണ്ഠയും നെഗ്ലക്റ്റഡ് ഫീലിംഗ്, ഫിയർ, ആൻസൈറ്റി, അങ്ങനെയുള്ള അനവധി പ്രശ്നങ്ങളുമായിട്ട് നമ്മുടെ അടുത്ത് വരാറുണ്ട്. പിൽക്കാലത്ത് അവർ എഞ്ചിനീയറായി അല്ലെങ്കിൽ ഡോക്ടറായി, അവർ MBBSന് പോയി, ആയുർവേദത്തിന് പോയി, അവരെല്ലാം വീണ്ടും എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ വീണ്ടും നമ്മളെ തന്നെ സമീപിക്കുന്ന ഒരു രീതി ഞാൻ കാണാറുണ്ട്. അവിടെയും നമ്മൾ ഹോമിയോപ്പതി, മോഡേൺ മെഡിസിൻ അല്ലെങ്കിൽ ആയുർവേദം അല്ലെങ്കിൽ ഏത് മേഖലകളിൽ പോലും നമ്മൾക്ക് ഹോമിയോപ്പതിയുടെ അനന്ത സാധ്യതകൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ ഒരു ചാൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാവുന്ന കാര്യങ്ങളാണിതെല്ലാം. പലപ്പോഴും നമ്മൾ IFPH ഹോമിയോപ്പതിയെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അത് പലപ്പോഴും ഡോക്ടേഴ്സിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയാണ് എനിക്ക് മനസ്സിലാവുന്നത്. എൻ്റെ അത് കുറച്ച് നോൺ ഹോമിയോപ്പതിക് ആയിട്ടുള്ള വെൽ വിഷേഴ്സ് ഉണ്ടെങ്കിൽ പോലും പബ്ലിക്കിന് വേണ്ടി ഇങ്ങനെ ഒരു ഫോറം തന്നെ വേണമെന്ന് ഞാൻ ധനേഷ് ഡോക്ടറോട് ഇന്ന് പറഞ്ഞിരുന്നു. അപ്പം ഞാൻ ഈ ലേണിംഗ് ഡിസബിലിറ്റി അല്ലെങ്കിൽ ബിഹേവിയർ ഡിസോർഡേഴ്സ് മേഖലകളിൽ ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെ മെഡിസിനാണ്, അതിൻ്റെ ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ സത്യസന്ധമായിട്ട്, അത് എൻ്റെ ഹോമിയോപ്പതി എന്ന് പറഞ്ഞാൽ കനിമാനിയനോ ക്ലാസിക്കലോ പ്രഡിക്റ്റീവോ ഒന്നുമല്ല, മൈ ഓൺ ഹോമിയോപ്പതിയാണ്. അതിനെപ്പറ്റി ഞാൻ അവസാനം ഇൻട്രാക്ഷൻ സെഷനിൽ ഞാൻ കൊടുത്തിട്ടുള്ള മെഡിസിനും അതിന് കിട്ടിയ റിസൾട്ടുകളെ പറ്റിയും നിങ്ങളോട് ഞാൻ പറയുന്നതാണ്. ഇത് നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സ്കൂളുകളിൽ ചെയ്യുന്നത്. അവർക്ക് ഒരു 45 മിനിറ്റ്സിനെ പറ്റിയുള്ള അവയർനെസ് ക്ലാസ് കൊടുക്കും, ഒരു 30 മിനിറ്റ്സ് ഇൻട്രാക്ഷൻ സെഷൻ കൊടുക്കും. ആ സെഷനോട് കൂടി അവരെല്ലാം ഞങ്ങളുടെ കുട്ടികൾക്കും ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റും. ഇതുവരെ നമ്മൾ മടിയാണ്, ഏതൊരു ടീച്ചറും പറയും ഈ കുട്ടിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, മടിയനാണ്, ഉഴപ്പനാണ്. യഥാർത്ഥ കാരണം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ആ കുട്ടിയെ മണ്ടനും മടിയനും ഉഴപ്പനുമാക്കുന്ന പേരൻസും മാതാപിതാക്കളും ആ കുട്ടിയെ ബിഹേവിയർ ഡിസോർഡേഴ്സിലേക്ക് നയിക്കുകയാണ്. ലേണിംഗ് പ്രോബ്ലം തിരിച്ചറിയാതെ ഒരു കുട്ടിക്ക് മാത്തമാറ്റിക്സ് വഴങ്ങുന്നില്ല എന്ന് പറഞ്ഞാൽ അത് പഴയകാലത്ത് അധ്യാപകർക്ക് മനസ്സിലായിരുന്നില്ല.
അവൻ്റെ ബ്രെയിനിൽ, അവൻ്റെ ലെഫ്റ്റ് ബ്രെയിനും റൈറ്റ് ബ്രെയിനും എന്താണ്, അതിൻ്റെ ക്രിയേറ്റിവിറ്റി എന്താണെന്ന് അവർക്ക് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് മാത്തമാറ്റിക്സ് വഴങ്ങിയില്ല എന്ന് കരുതി ഇവിടെ ലോകം നിന്നു പോകുന്നില്ല. നിങ്ങളുടെ കുട്ടികൾ അനവധി സാധ്യതകൾ ഉള്ള ഈ ലോകത്താണ് ജീവിക്കുന്നതെന്ന് അവരെ നമ്മൾ കൺവിൻസ് ചെയ്യുന്നു. കൗൺസിലിംഗ് എന്ന നമ്മൾ സാധാരണ കൗൺസിലേഴ്സ് ചെയ്യുന്ന രീതികളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് നമ്മൾക്ക് അനന്ത സാധ്യതകളാണുള്ളത്. മോഡേൺ മെഡിസിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് ഒരു കുട്ടിയെ ഒരു പഠന പിന്നോക്കാവസ്ഥയുള്ള കുട്ടി അല്ലെങ്കിൽ ഒരു എക്സാം ഫിയർ ഉള്ള കുട്ടിയെ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോയാലുള്ള അവസ്ഥ എന്താണ് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി. നമ്മൾ ആരും പോകാൻ തയ്യാറുള്ളൂ. നമ്മുടെ കുട്ടികൾ, നമ്മൾ ഹോമിയോപ്പതി ഡോക്ടേഴ്സിൻ്റെ കുട്ടികളും ഒക്കെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, ചലഞ്ചസ് വരും ജീവിതത്തിൽ. അപ്പം നമുക്കൊരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത്, നമ്മളെ കേരളത്തിൻ്റെ ഒരു ഹിസ്റ്ററി പരിശോധിച്ചാൽ നമ്മൾ ആരോഗ്യ മേഖല എന്ന് പറഞ്ഞാൽ ഫിസിഷ്യൻ ശാരീരിക രോഗങ്ങൾ ചികിത്സിക്കുന്നു, ഫിസിഷ്യൻ കഴിഞ്ഞാൽ നമ്മളെ ചികിത്സിക്കുന്നത് രണ്ട് എക്സ്ട്രീംസ് ആണ്. സൈക്കാട്രിസ്റ്റ് മാനസിക രോഗങ്ങൾ ചികിത്സിക്കുന്നു. നമ്മൾ അല്ലെങ്കിൽ കേരളം അല്ലെങ്കിൽ മലയാളികൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ 70% സൈക്കോസൊമാറ്റിക് ഇൽനെസ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സൈക്കോസൊമാറ്റിക് മാനസിക വൈകാരിക കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന ശാരീരിക രോഗങ്ങൾ. ഈ രോഗങ്ങളെ ട്രീറ്റ് ചെയ്യാൻ ഒരു പരിധി വരെ നമ്മൾ ആയുർവേദത്തെയോ അല്ലെങ്കിൽ മോഡേൺ മെഡിസിനെയോ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരു പടി മുന്നിൽ നമ്മൾ തന്നെയാണ്, നമുക്കെല്ലാവർക്കും ഉറപ്പായിട്ടറിയാം. പഴയകാലത്ത് നമ്മൾ IBS നമുക്കെല്ലാവർക്കും അറിയാം, ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം. ഞാൻ കൂത്താട്ടുകുളത്ത് പ്രാക്ടീസ് ആരംഭിക്കുമ്പോൾ 96 അന്ന് ഡോക്ടർ ഫിലിപ്പ് അഗസ്റ്റിൻ അവിടെയുള്ള സമയമാണ്. അദ്ദേഹം IBS അന്ന് അമീബിയാസിസ് എന്ന പേരിലാണ് ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ആ കാലഘട്ടത്തിൽ നമ്മൾ സ്കൂൾ ബസ് വരുമ്പോൾ ഡയറി വരുന്ന കുട്ടിക്കുണ്ടാകുന്ന മാനസിക വൈകാരിക പ്രശ്നങ്ങൾ അതൊരു അമീബിയാസിസ് എന്നുള്ള രീതിയിൽ ചികിത്സിച്ച ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തെ നമ്മുടെ മെഡിസിൻ, എത്രയോ നല്ല മെഡിസിൻ കൊണ്ട് നമുക്ക് IBS വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അനന്തമായ സാധ്യതകൾ നമ്മൾ തിരിച്ചറിയാതെ പോകുന്നു. സൈക്കാട്രിക് മേഖലയിൽ നമ്മളിപ്പോൾ ജൂനിയർ ഡോക്ടേഴ്സ് പലപ്പോഴും നമ്മുടെ ക്ലിനിക്കിൽ ജോയിൻ ചെയ്യുമ്പോൾ അവർ പലപ്പോഴും എന്നോട് ചോദിക്കുന്നത്, ഈ സൈക്കാട്രി മേഖലകളിലൊക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് പല കുട്ടികളും വളരെ നിസ്സംഗതയോടെ, നിഷ്കളങ്കതയോടെ ചോദിക്കാറുണ്ട്. അപ്പം നമ്മൾ കോളേജിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ നമ്മൾ നാൽക്കവലയിൽ സിഗ്നൽ കിട്ടൽ, അത് നമ്മൾ വണ്ടിയായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഓരോ കോളേജിൽ നിന്നും നമ്മൾ മെറ്റീരിയൽ മെഡിക്കുകയും ഓർഗനോണും എല്ലാ സബ്ജക്റ്റും നമ്മൾ പഠിച്ചു വരുമ്പോൾ പലപ്പോഴും നമ്മൾ ഒരു ക്ലിനിക്കൽ പ്രാക്ടീസിൽ എങ്ങനെ വിജയിക്കാം എന്നുള്ള ഒരു ഗൈഡൻസ്. അപ്പോൾ ഞാൻ ഓർക്കുകയാണ്, ഞാൻ ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ ഞങ്ങളുടെ ബാച്ചിൽ ഒരു പയ്യൻ എന്തോ ഒരു വളരെ മോശമായ ഒരു പ്രവൃത്തിക്ക് കോളേജിൽ നിന്ന് ഡിസ്മിസ് ചെയ്തു, പിന്നെ സസ്പെൻഡ് ചെയ്തു. അങ്ങനെ അവനൊരിക്കലും ഒരു മെഡിസിൻ കൊടുക്കാൻ നമ്മുടെ അധ്യാപകരൊന്നും തയ്യാറായില്ലല്ലോ എന്ന് ഞാൻ പലപ്പോഴും പല ക്രൈംസും നമ്മൾ സമൂഹത്തിൽ കാണുമ്പോൾ പലപ്പോഴും ഇന്ന മെഡിസിൻ കൊടുത്താൽ നമുക്ക് ആ ക്രൈംസിൽ നിന്ന് അവരെ ആൻറ്റി സോഷ്യൽ, ഇപ്പോൾ ഡ്രഗ് അഡിക്ഷൻ, ആൽക്കഹോൾ അഡിക്ഷൻ എന്ന് വേണ്ട നിരവധി മേഖലകൾ നമുക്ക് വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള അത്ഭുതകരമായ റിസൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട്, കൊടുക്കാൻ പറ്റും. പക്ഷെ ആ ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അവയർനെസ് പബ്ലിക്കിനിടയിൽ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിച്ച് അവരോട് നമ്മൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പം ഹോമിയോപ്പതിയുടെ എക്സിസ്റ്റൻസ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത്. ആധുനിക വൈദ്യശാസ്ത്രം എത്രയേറെ മുന്നോട്ട് പോയാലും അപ്പോൾ നമ്മുടെ പബ്ലിക് ഹെൽത്ത് ആക്ടിൻ്റെ ഇപ്പോഴത്തെ ലെവൽ വെച്ച് ഹോമിയോപ്പതിയുടെ എക്സിസ്റ്റൻസ് ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ആ കാലഘട്ടത്തിൽ നമുക്ക് ഇനിയും പിടിച്ചു നിൽക്കാൻ, മുന്നോട്ട് പോകാൻ പറ്റണമെങ്കിൽ അനുഭവ സാക്ഷ്യമുള്ള നമ്മുടെ ജനങ്ങളുടെ പിന്തുണ തന്നെ വേണം നമുക്ക് ആവശ്യം. അവിടെ അപ്പോൾ ഞാൻ നിങ്ങളോട് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നത്, നമ്മൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, നമുക്ക് എല്ലാവർക്കും പബ്ലിക് അവയർനെസ് പ്രോഗ്രാം ചെയ്യാൻ പറ്റും. ചെറിയ നമ്മുടെ റെസിഡന്റ് അസോസിയേഷനുകളിൽ ചെയ്യാൻ പറ്റും, സ്കൂളിൽ ചെയ്യാൻ പറ്റും, അംഗൻവാടികളിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ചെറിയ ക്ലാസ്സുകൾ എടുത്ത് വലിയ ക്ലാസ്സുകളിലേക്ക് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അവിടെ നമുക്ക് റെക്കഗ്നേഷൻ, അപ്രീസിയേഷൻ, കോംപ്ലിമെന്റ്, അവിടെ അവർ നമുക്കൊരു പോക്കറ്റ് മണി വരെ തരും. ഞാനൊരു 500 രൂപ മുതൽ 10,000 രൂപ വരെ എനിക്ക് ഫീസ് തന്നിട്ടുണ്ട് നമ്മൾ ഈ ക്ലാസ്സിന് പോകുമ്പോൾ അവിടെ നിന്ന് നമുക്ക് എന്താണേലും ഒരു സ്കൂളിൽ നമ്മൾ 1000-2000 പിള്ളേരുള്ള ഒരു സ്കൂളിൽ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ നമുക്ക് എന്താണേലും ഒരു 5,000 രൂപ 2,000 രൂപയ്ക്ക് അവർ നമുക്ക് റെമ്യൂണറേഷൻ തരും. സെയിം ടൈം ആ പേരൻസ് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ നമ്മുടെ അടുത്ത് എന്തെങ്കിലും ഒരു പ്രശ്നമായിട്ട്, എൻ്റെ കുട്ടിക്ക് ഈ പ്രശ്നമുണ്ട്, എഴുതുന്നില്ല അല്ലെങ്കിൽ എഴുതാൻ പറ്റുന്നില്ല, വായിക്കാൻ പറ്റുന്നില്ല, പഠിക്കുന്നുണ്ട് പക്ഷേ വൈവ പോലെയുള്ള കാര്യങ്ങൾ നന്നായിട്ട് പറയും, എഴുതി ഫലിപ്പിക്കാൻ പറ്റുന്നില്ല, സ്പെല്ലിംഗ് വഴങ്ങുന്നില്ല, വായന വഴങ്ങുന്നില്ല, ഡിസ്ലെക്സിയ, ഡിസ്കാൽക്കുലിയ, ഡിസ്പ്രാക്സിയ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതെല്ലാം നമ്മളെല്ലാം അവിടെയും എവിടെയും ഒക്കെ വായിച്ചും ഒക്കെ കോളേജിൽ പഠിപ്പിച്ചിട്ടില്ലെങ്കിലും നമ്മളൊക്കെ ഇപ്പോൾ ആരോഗ്യ മാസികകളിലൊക്കെ ഇതെല്ലാം കാണുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് വരുന്നില്ല. എന്നാൽ ആ ഏരിയയിൽ ഞാൻ കൊടുത്തുള്ള മെഡിസിനെ പറ്റി ലാസ്റ്റ് സെഷനിൽ പറയാം. പിന്നെ ഞാനിപ്പോൾ സ്കൂളിൽ അപ്പുറം
ഇപ്പൊ പബ്ലിക് അവയർനെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മിക്കവാറും പോകുന്ന റെസിഡന്റ് അസോസിയേഷന് അവർക്ക് വേണ്ടത് ലേണിംഗ് ഡിസബിലിറ്റിയോ ബിഹേവിയർ ഡിസോർഡേഴ്സോ ഒന്നുമല്ല. അവർക്ക് വേണ്ട ഇന്ന് നമ്മൾ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ ചലഞ്ചസ് എന്ന് പറഞ്ഞാൽ പ്രമേഹം, ക്യാൻസർ, ബ്ലഡ് പ്രഷർ. അപ്പൊ നമ്മള് സമൂഹത്തിലെ ഭൂരിപക്ഷം വിദ്യാസമ്പന്നരായ ആൾക്കാർ, ജനങ്ങള് മനസ്സിലാക്കിയിരിക്കുന്നത് പ്രമേഹം പഞ്ചസാര കഴിച്ചിട്ടുണ്ടാവുന്നതാണ്, ബ്ലഡ് പ്രഷർ ഉപ്പ് കഴിച്ചിട്ടുണ്ടാവുന്നതാണ്, കൊളസ്ട്രോൾ ഇറച്ചി കഴിച്ചിട്ടുണ്ട്. അങ്ങനെ മിസ്ലീഡിങ് ആയിട്ടാണ് നമ്മളെല്ലാവരും പോകുന്നത്. ശരിക്കും നമ്മൾ അവരെ ശരിയായ രീതിയിൽ ബോധവൽക്കരിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഇങ്ങനെയുള്ള പബ്ലിക്കിനെ ക്ലാസ് എടുക്കുമ്പോൾ പബ്ലിക്കിന്റെ ഭാഗത്ത് നിന്ന് നമ്മളോട് ഇന്ററാക്ഷൻ സെഷനിൽ അപ്പോൾ ഡോക്ടർ പറഞ്ഞു വരുന്നത് ഹോമിയോപ്പതി ആയുർവേദത്തെയും അലോപ്പതിയെയും അല്ലെങ്കിൽ പ്രകൃതി ചികിത്സയെയും അപേക്ഷിച്ച് ഏറ്റവും മുന്നിലാണെന്നാണ് പറയുന്നത്. അതെന്താണ് അങ്ങനെ പറയുന്നത്? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വളരെ വലിയ കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ ആ ക്വസ്റ്റ്യൻസിന് മറുപടി പറയാനായിട്ട് നമ്മളിപ്പോൾ സിമിലിയ സിബിലിബസോ അല്ലെങ്കിൽ നമ്മൾ വൈറ്റൽ ഫോഴ്സോ ഒന്നും പബ്ലിക്കിനോട് പറഞ്ഞിട്ട് കാര്യമില്ല. പബ്ലിക്കിനോട് നമ്മൾ പറയേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഹോമിയോപ്പതി രോഗത്തെ എതിർക്കുന്നില്ല, മോഡേൺ മെഡിസിൻ രാസമരുന്നുകൾ കൊണ്ട് രോഗത്തെ എതിർക്കുന്നു, ആയുർവേദ മരുന്ന് പച്ചമരുന്നുകൾ കൊണ്ട് എതിർക്കുന്നു. നമ്മൾ ഹോമിയോപ്പതി മെഡിസിൻ എന്ന് പറഞ്ഞാൽ രോഗിയുടെ പ്രതിരോധ ശേഷിയെ ഉത്തേജിപ്പിച്ച് രോഗിയെ രോഗത്തോട് പോരാടാൻ സജ്ജമാക്കുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് പാർശ്വഫലങ്ങൾ ഇല്ലാത്തത്? അപ്പൊ നമ്മൾ ഈ പറഞ്ഞ നാനോ ടെക്നോളജി എന്ന് അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അവരോട് നമ്മൾക്ക് പറയാവുന്ന ഒരു കാര്യമാണ്, നമുക്ക് വാക്സിനേഷന്റെ പ്രിൻസിപ്പിൾ പോലെ ക്വാണ്ടിറ്റി റെഡ്യൂസ് ചെയ്ത് ക്വാളിറ്റി അറൗസ് ചെയ്യുമ്പോൾ നമുക്ക് ക്വാണ്ടിറ്റി റെഡ്യൂസ് ചെയ്ത് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്ന ഡൈനാമൈസേഷൻ പ്രോസസ്സ് വഴിയാണ് ഹോമിയോപ്പതി മെഡിസിൻസ് വർക്ക് ചെയ്യുന്നത്. അവിടെ ഒരു സ്റ്റിമുല പോലെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ നാച്ചുറൽ ഇമ്മ്യൂൺ സിസ്റ്റത്തെ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഭൗതിക ഗണങ്ങൾ, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആയുർവേദത്തെ പോലെയോ മോഡേൺ മെഡിസിനെ പോലെയോ വർക്ക് ചെയ്യുന്നില്ല. അങ്ങനെ നമ്മുടെ നാച്ചുറൽ ഇമ്മ്യൂൺ സ്വയമാർജിത പ്രതിരോധശേഷിയെ ഉത്തേജിപ്പിക്കുന്ന മരുന്നുകളാണ് നമ്മൾ കൊടുക്കുന്നത് എന്ന് പറയുമ്പോൾ ഒരു പരിധിവരെ സാധാരണക്കാരൊക്കെ കൺവിൻസ്ഡ് ആവും. അപ്പൊ ആ രീതിയിലുള്ള ബോധവൽക്കരണം മാത്രം വരെ ബോധവൽക്കരണത്തിന്റെ കൂടെ ഇവര് അനവധി ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ നമുക്കതിന് ഉത്തരം പറയാനുള്ള ഒരു അത്യാവശ്യം ഒരു പ്രിപ്പറേഷനും കൂടി ആവശ്യമാണ്. ഞാൻ റോട്ടറി ക്ലബിൽ മെമ്പറായിരുന്ന സമയത്ത് അതിൻ്റെ പ്രസിഡന്റ്, ഞങ്ങളുടെ മൂവാറ്റുപുഴ റോട്ടറി ക്ലബിൽ 36 സ്പെഷ്യലിസ്റ്റുകളുള്ള മോഡേൺ മെഡിസിൻ ഡോക്ടർമാരുണ്ട്. അതിൽ ഒരേ ഒരു ഹോമിയോപ്പതി ഡോക്ടറാണ് ഞാൻ. ഇപ്പോൾ ഡെങ്കു ഫീവറിനെ പറ്റി എന്നോട് ഒരു ക്ലാസ് എടുക്കാൻ പറഞ്ഞു. ഡെങ്കു ഫീവറിനെ അപ്പം അന്ന് ഒരു ഫാക്കൽറ്റി അവൈലബിൾ അല്ലാത്തതുകൊണ്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ബാറ്റ്സ്മാനായി ചെന്നതാണ്. അപ്പം നമ്മൾ അന്നേ ദിവസം ആരോഗ്യ മാസികയിലെ ജ്യോതി ദേവ് കേശവദേവന്റെ ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു, എന്താണ് ഡെങ്കു ഫീവറിനെ പറ്റി. ഇത് ഞാൻ വായിച്ചിട്ടാണ് ക്ലാസ് എടുക്കാൻ പോകുന്നത്. ക്ലാസ് എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഡെങ്കു ഫീവർ, എങ്ങനെയാണ് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുന്നതെന്ന് ഞാൻ സമർത്ഥിച്ചത് നോൺ സ്റ്റീറോയിഡൽ ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ് കഴിക്കുന്നതുകൊണ്ടാണ്, കൊതു കടിക്കുന്നതുകൊണ്ടാണെന്നാണ് പബ്ലിക് വിചാരിച്ചേക്കണേ. ഇത് വൈറൽ ഡിസീസാണ്. ഇത് നോൺ സ്റ്റീറോയിഡ് NSAID ഡ്രഗ്സിന്റെ ഉപയോഗം കൊണ്ടാണ് പ്ലേറ്റ്ലെറ്റ്സ് കുറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വിവാദമാവുകയും മൂവാറ്റുപുഴ IMA എനിക്കെതിരെ നടപടികൾക്ക് വരെ തീരുമാനിക്കുകയും ചെയ്തതാണ്. പക്ഷെ അന്ന് അവിടെ ഞങ്ങളൊരു 80 മെമ്പേഴ്സ് ഉള്ളതിൽ IMA മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഏകദേശം ബിലോ 40 ഉള്ളൂ. അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞത് സ്ഥിരീകരിക്കാനുള്ള പ്രൂഫ് എൻ്റെ ആരോഗ്യ മാസികയിൽ ഉണ്ടായിരുന്നു. NSAID ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ എക്സെപ്റ്റ് പാരസിറ്റമോൾ, നമ്മൾ ഉപയോഗിക്കുന്ന ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന ഓവറാൻ, ഡൈക്ലോഫെനാക് സോഡിയം, മെഫ്റ്റാൽ, അങ്ങനെയുള്ള അതാണ് NSAID ഡ്രഗ്സ്. ഈ ഡ്രഗ്സിന്റെ ഉപയോഗത്താലാണ് നമ്മൾ പ്ലേറ്റ്ലെറ്റ്സ് പല ഫിസിഷ്യന്മാരുമായിട്ട് ഞാൻ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം അവർ പലപ്പോഴും പറയുന്നത് നമ്മളൊരു ബ്രേക്ക് ബോൺ ഫീവർ എന്നാണല്ലോ നമ്മൾ പറയുന്നത്. ബ്രേക്ക് ബോൺ ഫീവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പെയിൻ ആയിരിക്കും. ചെല്ലുന്നവരെ ചെല്ലുമ്പോൾ തന്നെ ആ പേഷ്യന്റ് കാഷ്വാലിറ്റി എന്നൊരു NSAIDയുടെ ഇഞ്ചക്ഷൻ കിട്ടിയിട്ടായിരിക്കും. അപ്പോൾ പ്ലേറ്റ്ലെറ്റ്സ് ഗ്രാജുവലി താഴ്ന്നു. പക്ഷേ സെൽഫ് ലിമിറ്റഡ് ആണെന്നുള്ള രീതിയിൽ ഈ പെയിൻ കില്ലേഴ്സും അൺവാണ്ടഡ് ആന്റിബയോട്ടിക്സ് ബാക്ടീരിയോ സ്റ്റാറ്റിക് ഓർ ബാക്ടീരിയോസുകളാണ്. അപ്പോൾ വൈറൽ ഡിസീസിന് അനുയോജ്യമല്ലാത്ത ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുമ്പോൾ രോഗിയുടെ പ്രതിരോധശേഷി വീണ്ടും താറുമാറാവുകയും വീണ്ടും പ്രശ്നങ്ങളിലേക്ക് പോകുന്നു എന്നതാണ്. അപ്പൊ ഈ രീതിയിൽ നമ്മൾ പബ്ലിക്കിന് ബോധവൽക്കരണ ക്ലാസ് എടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ പ്രൂഫുകളും എവിഡൻസുകളും ഉണ്ടാവും. അവിടെ ഈ ഓഡിയൻസിലും ചിലപ്പോൾ നഴ്സുമാരാവും ഉണ്ടാവും, ഫാർമസിസ്റ്റ് ഉണ്ടാവാം, ഡോക്ടേഴ്സ് ഉണ്ടാവാം. അപ്പൊ അവിടെയൊക്കെ എനിക്ക് ചലഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമുക്ക് വ്യക്തമായ തെളിവുകളും ഒക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടാവും ഇത് പറയുമ്പോൾ. അപ്പൊ കുറച്ച് ശത്രുക്കളും ആ മേഖലയിൽ ഉണ്ടെങ്കിലും
ഒരു നിരവധി സ്ഥലങ്ങളിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കി അവരെ ഹോമിയോപ്പതി ഒരു സംതിങ് ബിയോണ്ട് നമ്മൾ ഒരു മിറക്കിൾ റെമഡീസ്, മിറക്കിൾ ക്യൂവേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണെന്ന് അവരെ മനസ്സിലാക്കാൻ നമുക്ക് പലപ്പോഴും സാധിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്കും സാധിക്കണം എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. പിന്നെ ഞാൻ പലപ്പോഴും ക്ലാസ് എടുക്കുമ്പോൾ പബ്ലിക്കിനോട് പറയാറുള്ള കാര്യങ്ങൾ, നിങ്ങളിപ്പോൾ കാണുന്ന ക്യാൻസറോ അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ വരുന്ന ലൈഫ് സ്റ്റൈൽ ഡിസീസ്, പ്രമേഹം, അങ്ങനെയുള്ള രോഗത്തിലെ അപ്പുറം ഇനി നമ്മൾ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ ചലഞ്ച് മറ്റൊന്നുമല്ല, ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻ്റ് ആവുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെന്തോന്ന് വെച്ചാൽ, ആൻറ്റിബയോട്ടിക് ആവശ്യത്തിന് അനാവശ്യത്തിന് നമ്മൾ ദുരുപയോഗം ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ അത് റെസിസ്റ്റൻ്റ് ആവുകയാണ്. അപ്പം നമ്മൾ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാതെ ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കുന്ന ഒത്തിരി ഡോക്ടേഴ്സ് ഉണ്ട്, ഒത്തിരി പേഷ്യൻസ് ഉണ്ട്. അപ്പോൾ എന്നെ സംഭവം എന്ന് വെച്ചാൽ കമ്മിങ് ഡേയ്സിൽ ഇപ്പോൾ തന്നെ നമുക്ക് പലപ്പോഴും ആൻറ്റിബയോട്ടിക്, ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് ആൻറ്റിബയോട്ടിക്കുകളൊന്നും വർക്ക് ചെയ്യുന്നില്ല. ഇപ്പോൾ പഴയ സെപ്ട്രാനും ഡോക്സിസൈക്കിളിനൊക്കെ എടുത്ത് ടെട്രാസൈക്കിളിനൊക്കെ എടുത്ത് നമ്മൾ ഉപയോഗിച്ചു തുടങ്ങിയിട്ടുണ്ട് പല ഡോക്ടേഴ്സും. അതിന് കാരണം എന്ന് വെച്ചാൽ പുതിയ അലക്സാണ്ടർ ഫ്ലെമിങ്ങിൻ്റെ കാലഘട്ടത്തിന് ശേഷം പുതിയ വലിയ ആൻറ്റിബയോട്ടിക്കുകളൊന്നും കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലെപ്റ്റോസ്പൈറോസിസ്, എലിപ്പനി ആൻറ്റിബയോട്ടിക്കുകൾ വളരെ വണ്ടർഫുൾ ആയിട്ട് ക്യൂർ ചെയ്യും. പക്ഷേ വൈറൽ ഡിസീസ് ഒന്നും അങ്ങനെ ക്യൂർ ചെയ്യുന്നില്ല. ഞാൻ അവരോട് പറഞ്ഞത്, പബ്ലിക്കിനോട് നമ്മൾ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാം ജീവൻ വളരെ പ്രശ്നത്തിലേക്ക് വരുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ്. അതുപോലെ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മരുന്ന് ഉപഭോഗം ചെയ്യുന്ന സംസ്ഥാനം കേരളമാണ്. ഏറ്റവും കൂടുതൽ മരുന്ന് ഉപയോഗിക്കുന്ന കേരളത്തിലാണ്. ഇന്ത്യയിൽ നമ്മൾ സാക്ഷരതയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ്. സെയിം ടൈം നമ്മൾ ആരോഗ്യാവബോധം, നമ്മുടെ ഭൗതിക സാഹചര്യങ്ങളെല്ലാം നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾ വളരെ മുന്നിലാണ്. പക്ഷേ നമ്മൾ ഒത്തിരി നെഗറ്റീവ് റെക്കോർഡ്സ് നമുക്ക് മലയാളികൾക്കുണ്ട്. നമുക്ക് പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആത്മഹത്യ ചെയ്യുന്ന സംസ്ഥാനം കേരളമാണെന്നാണ് റിപ്പോർട്ട്. അത് നമ്മൾ പറഞ്ഞ റിപ്പോർട്ടല്ല, സ്റ്റാറ്റിക്സിൽ പറയുന്ന 2022 സ്റ്റാറ്റിക്സ് ആണ്. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആത്മഹത്യ ചെയ്യുന്നത്. സാക്ഷരതയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന കേരളത്തിലെ ജനങ്ങളാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യ. അതുപോലെ നമ്മൾ ആത്മഹത്യ മാത്രമല്ല, അഴിമതി, സ്വജനപക്ഷപാതം, ലൈംഗിക ചൂഷണം എന്ന് വേണ്ട വർഗീയത എല്ലാത്തിലും നമ്മൾ തന്നെ മുന്നിലാണ്. അപ്പോൾ ആ ഒരു ഏരിയ എടുക്കുമ്പോൾ, അതുപോലെ നമ്മൾ ഇറച്ചിയുടെ ഉപഭോഗം, മദ്യത്തിൻ്റെ ഉപഭോഗം, ഇപ്പം നമ്മൾ ഡ്രഗ്സിൻ്റെ ഉപയോഗം നമ്മൾ ഇപ്പോൾ ആൽക്കഹോളിൻ്റെ കാര്യത്തിലെടുത്താലും നമ്മൾ റെക്കോർഡ് സൃഷ്ടിക്കാറുണ്ട് ഓണം ക്രിസ്മസ് സീസണിൽ. അതുപോലെ നമ്മൾ ഇപ്പോൾ ഡ്രഗ്സിൻ്റെ ഉപയോഗം നമ്മൾ കേരളത്തിൽ വളരെയധികം കൂടിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഇമോഷണലി നമ്മൾ ചലഞ്ചഡ് ആണെന്ന് നമ്മൾ പറയേണ്ടി വരും. നമ്മൾ അൻപുമണി രാംദാസ് കേന്ദ്രമന്ത്രിയായിരുന്ന സമയത്ത് നമ്മൾ കേരളത്തിൽ എന്തുകൊണ്ട് പകർച്ചവ്യാധികൾ വളരെയേറെ പേരുടെ ജീവനെടുക്കുന്നു എന്നുള്ളൊരു സർവേ നടത്തി. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് ഇങ്ങനെയായിരുന്നു: കേരളത്തിലെ ജനങ്ങൾക്ക് അവർ സാക്ഷരതയിൽ മുൻപന്തിയിലാണെങ്കിലും അവർക്ക് പ്രതിരോധശേഷി കുറവായിരുന്നായിരുന്നു. എന്തുകൊണ്ടാണ് പ്രതിരോധശേഷി കുറവ്? നമ്മളെല്ലാം പ്രതിരോധശേഷി എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ 6 അടി പൊക്കവും 6 പാക്കും ഹൈറ്റും വെയിറ്റും, അപ്പോൾ നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആണോ എന്നുള്ളതാണ്. നമ്മൾ അപ്പോൾ ഈ ഇമോഷണൽ ഫിറ്റ്നസ് ആണ് നമ്മുടെ പ്രതിരോധശേഷിയുടെ ഒരു ആത്യന്തികമായ ഒരു ഘടകം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആരോഗ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിസിക്കൽ ഹെൽത്ത് മാത്രമല്ല, ഇമോഷണൽ ഹെൽത്തും മെൻ്റൽ ഹെൽത്തും ബോഡി മൈൻഡ് സോൾ എന്ന അതിൻ്റെ ഒരു ഹാർമോണിയസ് പ്ലേ ആണെന്നറിയാം. അപ്പോൾ അൻപുമണി രാംദാസിൻ്റെ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമായിരുന്നില്ല, നമ്മൾ പ്രതിരോധശേഷി കുറവാണെന്ന്. പ്രതിരോധശേഷി നമ്മൾ ഭൗതികമായിട്ടും വൈകാരികമായിട്ടും നമുക്ക് കുറവായതുകൊണ്ടാണ്. ഇപ്പം ഞാനിപ്പോൾ നമ്മുടെ ഒരു ഗ്രൂപ്പിൽ നമ്മളൊരു ഫിസിഷ്യൻ ക്ലാസ് എടുക്കാൻ വന്നു. അദ്ദേഹം ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസിനെ പറ്റി ക്ലാസ് എടുത്തപ്പോൾ എനിക്കൊരു സംശയം തോന്നിയ, ഞാൻ കൽക്കട്ട, ബോംബെ, ചെന്നൈ ഒക്കെ ചേരികൾ സന്ദർശിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, അവിടെ ഒന്നും കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഒന്നും ആരും മരിക്കുന്നില്ല സർ, അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം വളരെ വിദഗ്ധമായിട്ട് പറഞ്ഞു, ഐ ഡോണ്ട് നോ.
കാരണം അതിന്റെ മറുപടി എന്ന് പറഞ്ഞാൽ അവിടെ അവർക്ക് പ്രതിരോധ ശേഷി എന്തുകൊണ്ടാണ്? അവര് എക്സ്പോസ്ഡ് ആണ്, അവര് എക്സ്പോഷർ കൂടുതലാണ്, അവര് തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുന്നില്ല, അവര് കുറച്ച് മരുന്നുകൾ കഴിക്കുന്നില്ല. അപ്പം മരുന്നുകൾ കൂടുതൽ, ഡ്രഗ് ഡിസീസ്, മരുന്നുണ്ടാക്കുന്ന രോഗങ്ങൾ, ആവശ്യത്തിന് അനാവശ്യത്തിന് മരുന്നുകൾ ഉപയോഗിക്കുന്ന ഒരു സംസ്കാരം, അത് ആരോഗ്യ അവബോധം കൂടിയ മലയാളികൾക്ക് അത് കൂടുതലാണ്. അവരെ ചൂഷണം ചെയ്യുന്ന മെഡിക്കൽ ലാബോറട്ടറികളും ഡോക്ടേഴ്സുമാണ്. ഇപ്പൊ തന്നെ നമുക്ക് ഞാൻ പലപ്പോഴും ക്ലാസ്സുകൾ എടുക്കുമ്പോൾ ചിലരോട് പറയാറുണ്ട്, ഈ ആസ്റ്റർ മെഡിസിറ്റിയുടെ ഒരു പരസ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എഴുതി വെച്ചാണ്, വി വിൽ ട്രീറ്റ് യു വെൽ, ഞങ്ങൾ നിങ്ങളെ നന്നായി ചികിത്സിക്കുമെന്നാണ്. നിങ്ങളെ ക്യൂർ ചെയ്യുന്നതിലൊക്കെ വി വിൽ ട്രീറ്റ് യു വെൽ എന്നാണ്, ഞങ്ങൾ നിങ്ങളെ നന്നായി ചികിത്സിക്കുമെന്നാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ അവര് നഗ്ന സത്യമാണ് പറഞ്ഞത്, അവര് തെറ്റും പറഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെ പണ്ട് നമ്മൾ റോഡിൽ സഞ്ചരിക്കുമ്പോൾ നമ്മൾ ടെക്സ്റ്റൈൽസിന്റെയും ജുവലറിയുടെയും പരസ്യം മാത്രമേ കണ്ടിരുന്നുള്ളൂ. ഇപ്പൊ നമ്മള് എല്ലാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ലീഡിംഗ് ഹോസ്പിറ്റലുകൾ എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിലെ എല്ലാ ഹോസ്പിറ്റലുകാരും വലിയ കട്ടൗട്ടർ, ഏറ്റവും വലിയ പരസ്യങ്ങൾ, ഞങ്ങളിപ്പോൾ റിഡക്ഷൻ സെയിലാണെന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പൊ അവര് ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്തിയാൽ തന്നെ എത്ര പേര് സർജറിക്ക് കിട്ടുമെന്നുള്ള രീതിയിലേക്കാണ് അവര് നമ്മളെ മിസ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പബ്ലിക്കിന്. ആ ഇടത്ത് ഈ ഇങ്ങനെയുള്ള പ്രോഗ്രാമിനോടൊപ്പം നമ്മൾ എല്ലാ ഡോക്ടേഴ്സിലും നമ്മൾ അടുത്തുള്ള ചർച്ചോ അല്ലെങ്കിൽ ടെമ്പിൾസോ അല്ലെങ്കിൽ റെസിഡന്റ് അസോസിയേഷനോ NSS, SNDP, IMC, YWC, വൈസ്മെൻ ക്ലബ്ബ്, JCC, റോട്ടറി, ഇവരൊക്കെ ആയിട്ട് നമുക്ക് അസോസിയേറ്റ് ചെയ്ത് ക്യാമ്പുകളോ അവയർനെസ് പ്രോഗ്രാംസ് നടക്കുകയാണെങ്കിൽ ജനങ്ങൾ അതിൻ്റെ കൂടെ നമ്മൾ പബ്ലിക് ഹെൽത്ത് ബില്ലിന്റെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്, നിങ്ങൾക്ക് ഒക്കെ ഇനിയുള്ള കാലം ഏതൊക്കെ ഡോക്ടേഴ്സിനെ സമീപിക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ അതിനോടൊപ്പം നമുക്ക് കൂട്ടി വായിക്കാവുന്നതാണ്, കൂട്ടിച്ചേർക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ പബ്ലിക് ഹെൽത്ത് ബില്ലിന്റെ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് നമ്മളൊരു ക്ലാസ് എടുത്ത് അവര് ഇത് ഹോമിയോപ്പതി ഡോക്ടറുടെ ലെമൻസ് ആണെന്ന് മാത്രമേ അവര് വിചാരിക്കുകയുള്ളൂ. അതിനപ്പുറം അവർക്ക് ഉള്ള കുറച്ച് ഇൻഫർമേഷൻസും അല്ലെങ്കിൽ അവയർനെസ്സും കൊടുത്തതിന് ശേഷം നമ്മൾ പബ്ലിക് ഹെൽത്ത് ആക്ടിനെ പറ്റി ഇങ്ങനെ ഒരു ക്ലാസ് അതിൻ്റെ കൂടെ ചെയ്യുകയാണെങ്കിൽ പലപ്പോഴും നമ്മുടെ ഒപ്പം നിൽക്കാൻ ഒരു പബ്ലിക്കും ഉണ്ടാവും എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മുടെ കരച്ചിൽ കേൾക്കാൻ ആരും തന്നെ ഉണ്ടാവില്ല. നമ്മുടെ അവസ്ഥകൾ വളരെ പരിതാപകരമായ രീതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. യെസ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ മലയാളികളെ സംബന്ധിച്ചോളം ഫിസിക്കൽ നറിഷ്മെന്റിന് വേണ്ടി നമ്മൾ പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും ഫാറ്റും എല്ലാം കഴിക്കുന്നുണ്ട്. ഇമോഷണൽ നറിഷ്മെന്റിന് വേണ്ടി നമ്മൾ എന്താ കഴിക്കുന്നത്? നമുക്ക് അവൈലബിൾ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും പ്രയർ, യോഗ, മെഡിറ്റേഷൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ നമ്മൾ ഇമോഷണൽ ട്രോമയുള്ള അല്ലെങ്കിൽ ഇമോഷണൽ ട്രോമയോട് കൂടി ജനിച്ച ഒരു കുട്ടി, അമ്മ പ്രഗ്നൻസിയിൽ ഇമോഷണൽ ട്രോമയിലായിരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും വളരെ വലിയ ഗ്രേവ് കോൺസിക്വൻസിലായിരുന്ന ഒരു കുട്ടി, ആ കുട്ടിക്ക് ഒരു ഇമോഷണൽ ചലഞ്ച് അല്ലെങ്കിൽ ഡിസ്ട്രക്റ്റീവ് ടെൻഡൻസി അല്ലെങ്കിൽ ഒരു ലേണിംഗ് പ്രോബ്ലം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പൊ അത്രമാത്രം ഒരു രോഗിയെ സമഗ്രമായി ഹോളിസ്റ്റിക് അപ്രോച്ചോട് കൂടി സമീപിക്കുന്ന മറ്റൊരു വൈദ്യശാസ്ത്രവും ഇന്ന് ലോകത്തിൽ നിലനിൽക്കുന്നില്ല എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കുക. ഇപ്പൊ നമ്മൾ പലപ്പോഴും നമ്മളെക്കാളും കേമന്മാരാണ് മറ്റു ഉള്ളവരുന്നത്. ഇപ്പൊ പ്രകൃതി ചികിത്സ കൊണ്ട് നമ്മളെക്കാൾ പൈസ ഉണ്ടാക്കുന്ന ഒത്തിരി പേരുണ്ട്. കൗൺസിലിംഗ് കൊണ്ട് കൂടുതൽ നമ്മൾ 1 മണിക്കൂർ കേസ് എടുത്തിട്ട് മേടിക്കുന്നത് 200, 250 ആണ്. കൗൺസിലിംഗുകാർ 1000, 2000 മേടിക്കുന്നു. പ്രകൃതി ചികിത്സക്കാരും മേടിക്കുന്നു. ഡയറ്റ് തിയറിയും കാര്യങ്ങളും അല്ലെങ്കിൽ വയറിളക്കിയ രോഗം മാറും എന്ന് പറഞ്ഞിട്ട് അവര് മേടിക്കുന്ന എമൗണ്ട് വലിയതാണ്. അപ്പം നമ്മുടെ പൊട്ടൻഷ്യൽസും നമ്മുടെ സ്കിൽസും തിരിച്ചറിഞ്ഞ് ഇനിയും മുന്നോട്ട് പോകേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഞാൻ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ എംഫസൈസ് ചെയ്ത് പബ്ലിക് അവയർനെസ്സിൽ ഞാൻ പറയുന്ന ഒരു പ്രോഗ്രാം ഫാമിലി ഡോക്ടർ കൺസെപ്റ്റ്. ഇപ്പോഴും നമ്മൾ UK-യിലുള്ള മലയാളികളോട് ചോദിച്ചറിയാം, അവിടെ നമുക്കൊരു സ്പെഷ്യലിസ്റ്റ് ഭ്രമം നമ്മളെ വേട്ടയാടിയിരിക്കുകയാണ് കേരളത്തില്. സ്പെഷ്യലിസ്റ്റുകളുടെ അതിപ്രസരം കാരണം ഒരു ഫാമിലി ഡോക്ടർ കൺസെപ്റ്റ്. അപ്പൊ ഫാമിലി ഡോക്ടർ, അപ്പൊ ഞാൻ എവിടെ ക്ലാസ് എടുക്കാൻ പോയാലും നിങ്ങളുടെ ഒരു കുടുംബം, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് കാതോർക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ സമയം ചെലവഴിക്കാൻ പറ്റാത്ത ഡോക്ടർ നിങ്ങളുടെ ഡോക്ടറല്ല. നിങ്ങളുടെ കുടുംബ ഡോക്ടർ ആയുർവേദമായിരിക്കട്ടെ, ഹോമിയോപ്പതി ആയിരിക്കട്ടെ, അലോപ്പതി ആയിരിക്കട്ടെ, നിങ്ങൾ പറയുന്ന പ്രശ്നങ്ങൾ കേൾക്കാനും അതിനൊരു മറുപടി സജഷൻ തരാനും പറ്റാത്ത സമയമില്ലാത്ത ഡോക്ടർ നിങ്ങളുടെ ഡോക്ടറല്ല. കുടുംബ ഡോക്ടർ കൺസെപ്റ്റ് ഇപ്പോഴും ഇംഗ്ലണ്ടിൽ നിലനിൽക്കുന്നുണ്ട്. ആ കൺസെപ്റ്റിലേക്ക് നമ്മൾ എന്ന് തിരിച്ചു വരുന്നു, അന്ന് മാത്രമേ നമ്മൾ രോഗം ഇല്ലാത്ത ഒരു മലയാളി അല്ലെങ്കിൽ കേരളം സൃഷ്ടിക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഒരു മെസ്സേജ് കൊടുത്താണ് നമ്മളൊരു പലപ്പോഴും ക്ലാസ്സുകൾ കൺക്ലൂഡ് ചെയ്യുന്നത്. യെസ് സാറ്, ധനേഷ് ഡോക്ടർ
സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നും എനിക്ക് തോന്നുന്നു. എന്നിരുന്നാലും ഞാൻ 1-2 കേസുകൾ കൂടി ഇതിനോടൊപ്പം ഞാനിത് സ്പീഡിൽ പറയുന്നത് ഞാൻ ഇല്ല കുറെ ഡോക്ടറെ അധികം ഡോക്ടറെ ധൃതിയിടണ്ട. ഡോക്ടർ കേസുകൾ പറഞ്ഞു, നമുക്ക് അത് കഴിഞ്ഞ് ഇനി കേസുകൾക്ക് മാത്രമായി തന്നെ ഒരു ദിനം പോകാം. ഒന്നോ ആണ്. ഒന്നോ രണ്ടോ കേസുകൾ ഇപ്പൊ പറഞ്ഞിട്ട്. ആ അല്ല, ഇപ്പൊ നമ്മളിപ്പോ ഈ കുറച്ച് പേരെങ്കിലും നമ്മളെ ടിപ്സ് നമ്മളെല്ലാവരും ഈ സ്പൂൺ ഫീഡിങ് ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരാണ്. കാരണം ഞാൻ പലപ്പോഴും നമ്മൾ പറയുന്ന മെഡിസിൻ ആയിരിക്കില്ല. എന്നിരുന്നാലും വളരെ റെലവെന്റ് ആയിട്ടുള്ള 1-2 കേസസാണ് ഞാൻ പറയുന്നുള്ളൂ. ഇപ്പം നമ്മൾ ബോധവൽക്കരണ രംഗത്ത് നമ്മൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഏകദേശമൊക്കെ ഞാൻ പറഞ്ഞു എന്നും ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയോട്ടെ. ഉം. ഉം. ഏകദേശം ഏരിയാസൊക്കെ പിന്നെ നമ്മള് ഇമോഷണൽ ചലഞ്ചസിൽ നമ്മള് സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പറയുമ്പോൾ നമ്മള് ഈ ടെൻഡൻസീസ്, നമുക്ക് സൂയിസൈഡൽ ടെൻഡൻസീസ്, ഡിസ്ട്രക്റ്റീവ് ടെൻഡൻസീസ്, ലയർ ടെൻഡൻസീസ്, പിന്നെ സ്റ്റീലിംഗ് ടെൻഡൻസീസ്, ഈ ഏരിയയിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയ രീതിയിൽ ഒരിക്കലും ഒരു സൈക്കാട്രിസ്റ്റിന് ചെയ്യാൻ പറ്റില്ല എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കുക. വളരെ വണ്ടർഫുൾ റെമഡീസ് ആണ് നമുക്ക് OCDക്ക്, ടിക്സിന്, ഈ പറഞ്ഞ ആന്റി സോഷ്യൽ ആയിട്ടുള്ള വരുന്ന, അല്ലെങ്കിൽ ഈ ടെൻഡൻസീസ്, ഇൻഹിബിഷൻസ്, നെഗ്ലക്റ്റഡ് ഫീലിംഗ്, ആ ഒരു രീതിയിൽ വരുന്ന നമുക്ക് ആൻസൈറ്റി, ഡിപ്രഷൻ. അപ്പൊ എന്നോട് ഞാനൊരു കോതമംഗലം ബസേലിയസ് ഡെന്റൽ കോളേജിൽ ഒരിക്കൽ അത് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ക്ലാസ് ആണ്, നമ്മൾ നിർബന്ധപൂർവ്വം പോയതാണ് ഞാൻ. കാരണം ഒരു മോട്ടിവേഷൻ സ്പീക്കർ അല്ലാത്തതുകൊണ്ട്. എന്നിരുന്നാലും നമ്മൾ ഡെന്റിസ്ട്രിയിൽ ഹോമിയോപ്പതിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാണ് എന്നെ വിളിച്ചത്. അപ്പൊ അവരെന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങൾ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ്, ഒരു 300-ലധികം ആൾക്കാരെ എന്നെ ആത്മഹത്യയിൽ നിന്ന് രക്ഷിക്കാൻ പറ്റിയിട്ടുണ്ട്. അത് ഒരു ബോസ്റ്റിംഗ് അല്ല. എനിക്ക് അത്രയും പേരെ, ഏകദേശം 300-ലധികം ആൾക്കാരെ, നമുക്ക് സൂയിസൈഡിൽ പോകേണ്ട ആൾക്കാരെ നമുക്ക് സൂയിസൈഡിൽ നിന്ന് രക്ഷിക്കാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളത് ഞാൻ ആത്മാർത്ഥമായിട്ട് ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അത്രമാത്രം പേര് സൂയിസൈഡൽ ടെൻഡൻസി ഉള്ള ആൾക്കാരിൽ നമുക്ക് നമ്മുടെ ഇഗ്നേഷ്യ ഓർമെറ്റ് പോലെയുള്ള മെഡിസിൻസ് വളരെ വണ്ടർഫുള്ളി വർക്ക് ചെയ്യുന്നുള്ളത്. പക്ഷേ മോഡേൺ മെഡിസിനിൽ ഇപ്പം നമ്മൾ സൂയിസൈഡൽ അറ്റംപ്റ്റ് നടത്തിയ ഒരാളെ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയാൽ പോലും അവരേതെങ്കിലും ഒരു ആൻറ്റി ആൻസൈറ്റി ഡ്രഗോ അല്ലെങ്കിൽ ആൻറ്റി ഡിപ്രസൻ്റോ കൊടുത്ത് നിർത്തുമെന്നല്ലാതെ ഒരിക്കലും ഒരു ക്യൂറിലേക്ക് അവരുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഹോമിയോപ്പതി മെഡിസിൻ ക്യാൻ ചേഞ്ച് ദി ആറ്റിറ്റ്യൂഡ് ഓഫ് എ പേഴ്സൺ എന്ന് ഞാൻ അടിവരയിട്ട് പലപ്പോഴും പറയാറുണ്ട്. അപ്പം നമ്മൾ ഒരു കോതമംഗലം ഒരു സ്കൂളിൽ ക്ലാസ് എടുക്കുമ്പോൾ അവിടുത്തെ ആ പുള്ളി ഭയങ്കര ഞെട്ടിപ്പോയി. ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യാൻ പറ്റും, ഹോമിയോ മരുന്നുകൊണ്ട് പല സംഭവങ്ങളും ചെയ്യാൻ പറ്റും, ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് ഡോക്ടർ ചേഞ്ച് ചെയ്യാൻ? ഞാൻ പറഞ്ഞു, അപ്പൊ ഞാൻ 6-ൽ പഠിക്കുന്ന ഒരു കുട്ടിയും 9-ൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ പേര് സഹിതം പറഞ്ഞ് അദ്ദേഹത്തോട് പറഞ്ഞു, ഈ കുട്ടിയുടെ പേരൻസിനെ വിളിച്ചിട്ട് ഇപ്പോൾ നേരത്തെ ഉള്ള ഒരു അവസ്ഥ എന്താണ്, ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, കണ്ടീഷൻ ബിഫോർ ട്രീറ്റ്മെന്റ് ആൻഡ് ആഫ്റ്റർ ട്രീറ്റ്മെന്റ്, സാർ ഒന്ന് എൻക്വയറി ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഇത് പബ്ലിക്കിലുള്ള ചോദ്യമല്ല, ഞാനും പ്രിൻസിപ്പളും തമ്മിൽ അടുത്തിരുന്ന ചോദ്യമാണ്. അങ്ങനെ എൻ്റെ ഏതൊരു സ്കൂളിൽ പോകുമ്പോഴും നമ്മൾ ആ സ്കൂളിൽ നമ്മുടെ ക്ലിനിക്കിൽ വന്നിട്ടുള്ള പിള്ളേരുടെ ലിസ്റ്റ് കൊണ്ടുപോകും. അപ്പൊ ആ HMനോട്, പ്രിൻസിപ്പളിനോട് നമ്മൾ പറയും, ഈ കുട്ടികളുടെ പാരൻസിനെ വിളിച്ച്, അല്ലെങ്കിൽ ഈ കുട്ടികളുടെ കഴിഞ്ഞ വർഷം എങ്ങനെയായിരുന്നു, ഈ വർഷം എങ്ങനെയായിരുന്നു സാർ, ഒന്ന് സ്റ്റഡി ചെയ്യുക എന്ന് പറയും. അങ്ങനെ നമ്മൾ പല സ്കൂൾസിലും നമ്മുടെ ഹോമിയോപ്പതി ഡോക്ടറേറ്റിനെ കൗൺസിലേഴ്സ് ആക്കിയ സ്കൂളുകൾ വരെ ഉണ്ട്. അപ്പൊ ആ ഒരു ഏരിയയിൽ, ഇത്രയും ഏരിയയിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് മാർക്കറ്റ് ചെയ്യപ്പെടും ഹോമിയോപ്പതി ജനങ്ങളിലേക്ക്. നമ്മൾക്ക് ഈ പീഡിയാട്രിക്സിൽ മാത്രമല്ല, ജെറിയാട്രിക്സിലും അല്ലെങ്കിൽ സ്കൂൾ ഹെൽത്തിലും ഒക്കെ നമ്മൾ ഗവൺമെന്റ് തലത്തിൽ നമ്മൾ നല്ല ഒരു പരിപാടികൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചെയ്യുന്നുണ്ട്. എന്താ അതിന്റെ പേര്? ഗവൺമെന്റ് തലത്തിലൊരു പ്രോഗ്രാം ഉണ്ടല്ലോ, എന്താ? സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാം സ്കൂൾ ഹെൽത്ത് സത്യമേ. അതെ, സദ്ഗമയ. ആ സദ്ഗമയ പ്രോഗ്രാം സ്കൂളുകളിൽ അല്ല, നമ്മൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നമ്മൾ ഡിപ്പാർട്ട്മെന്റ് ഹോമിയോപ്പതി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഹെൽപ്പ് എന്നുള്ള ട്രെയിനിങ് പ്രോഗ്രാം ഞാൻ സ്കൂളുകളിൽ ആരംഭിച്ചിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഹോപ്പ് എന്ന് പറഞ്ഞാണ് നമ്മൾ എല്ലാത്തിനും ഒരു പേര്, ഒരു ക്യാപ്ഷന് കൊടുക്കും. അപ്പൊ നമ്മൾ കമ്മ്യൂണിക്കബിൾ ഡിസീസ് വന്നപ്പോൾ ഞാൻ പബ്ലിക്കിന് കൊടുക്കുന്ന സബ്ജക്റ്റിന്റെ പേര് സാക്ഷര കേരളവും പകർച്ചവ്യാധികളും എന്നായിരുന്നു ഹെഡിങ്. അപ്പൊ ഈ ഹെഡിങ് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഇത് കേൾക്കാൻ തോന്നുന്നു.
എന്തുകൊണ്ടാണ് സാക്ഷരകാര്യത്തിൽ പകർച്ചവ്യാധികൾ വന്ന് ജനങ്ങളെ അവരുടെ ലൈഫ് ത്രെട്ടനിങ് ആവുന്നത്? അതാണ് അതിൻ്റെ ഹെഡിങ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ നമുക്ക് ഹോമിയോപ്പതിയെ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാം. നമ്മളെ ഇൻഡയറക്റ്റ് ആയിട്ട് ജനഹൃദയങ്ങളിൽ നമുക്കും ഒരു സ്ഥാനം കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. അപ്പം ഞാൻ ചെയ്തിട്ടുള്ള 1-2 കാര്യങ്ങൾ പറയാം. ഞാൻ 2003 കൂത്താട്ടുകുളം പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു 45 ഡേയ്സ് പ്രായമുള്ള ഒരു കുട്ടി എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അത് എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ആ മൂത്ത കുട്ടിക്ക് തുമ്മലിന് മരുന്ന് മേടിക്കാനാണ്. പക്ഷേ ഇളയ കുട്ടിക്ക് 45 ഡേയ്സ് ഉള്ളു. അച്ഛനും അമ്മയും ഭയങ്കര ദുഃഖത്തിലാണ്. അവരോട് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ICHL എന്ന് പറഞ്ഞ ഈ കുട്ടി ഇനി 10 ഡേയ്സിൽ കൂടുതൽ ജീവിക്കില്ല. ഇതിന് ഒരു അവർ പറഞ്ഞ അവർക്ക് രോഗം ലിവറിനൊരു പ്രശ്നമാണ്. ഹിഡാക് സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മരണകാരണം എന്താണെന്ന് കണ്ടെത്താൻ പറ്റുമെന്നാണ് ഈ പാരൻസിനോട് ഈ ഡോക്ടർ പറഞ്ഞേക്കണേ. ICHന്റെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ആണ് കോട്ടയത്തെ. അപ്പൊ ഈ കുട്ടി ജീവിച്ചിരിക്കില്ല, 10 ഡേയ്സ് ആണ് അവർ പറഞ്ഞേക്കണേ. അപ്പൊ അവര് അമൃതയിലേക്ക് പോകുന്ന വഴി മൂത്ത കുട്ടിക്ക് മരുന്ന് മേടിക്കാൻ കയറിയതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെ പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് ഞാൻ തരുന്ന മരുന്നൊന്ന് കൊടുത്തുകൂടെ? 2003 ഞാൻ പ്രാക്ടീസ് തുടങ്ങിയിട്ട് ഏകദേശം 5-6 വർഷമായുള്ളൂ. അവരത് പുറത്തിറങ്ങി. ഞാൻ പറഞ്ഞു, ഒരു 5 ദിവസം ഞാൻ തരുന്ന മരുന്നൊന്ന് കൊടുത്തു നോക്കാമെന്ന് പറഞ്ഞ് നിർബന്ധപൂർവ്വം അവരെ ഞാൻ ഡയഗ്നോസ് കോളിസ്റ്റേസിസ് സിൻഡ്രോം ആണ്. ശരിക്കും ഇൻഫൻറ്റൈൽ ഹെപ്പറ്റൈറ്റിസ് ആണ്. ഇൻഫൻറ്റൈൽ ഹെപ്പറ്റൈറ്റിസ് നമ്മൾ വന്നാൽ ആ കുട്ടി സാധാരണ രക്ഷപ്പെടുന്ന മോർട്ടാലിറ്റി റേറ്റ് ഭയങ്കര കൂടുതലാണ്, രക്ഷപ്പെടാറില്ല എന്നുള്ളതാണ്. ഈ കേസ് നമ്മൾ അന്നൊക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എന്ത് കേസ് എടുക്കാനുള്ള ഒരു ധൈര്യം നമുക്ക് എന്തോ അന്നുണ്ടായിരുന്നു, അന്നും ഇന്നും ഉണ്ട് കേട്ടോ. അപ്പോൾ എത്ര കോംപ്ലിക്കേറ്റഡ് ആണെങ്കിലും നമ്മളൊരു ട്രയൽ നോക്കിയിട്ട് സീനിയേഴ്സിന് കൊടുക്കുള്ളൂ. സീനിയേഴ്സിന് കൊടുത്തിട്ടാണ് നമ്മൾ മോഡേൺ മെഡിസിനിലേക്ക് റെഫർ ചെയ്യാറുള്ളൂ. മോഡേൺ മെഡിസിനും റെഫർ ചെയ്യാറുണ്ട്. അപ്പോൾ ആ കോളിസ്റ്റേസിസ് സിൻഡ്രോം, ഇൻഫൻറ്റൈൽ ഹെപ്പറ്റൈറ്റിസ്, അവിടെ EHBA എന്ന് പറയും, എക്സ്ട്രാ ബിലിയറി എട്രീഷ്യ, ബൈൽ ഡക്ട് ആബ്സെന്റ് ആണ്. നമ്മൾ സ്കാനിങ്ങിലാണ് ഈ കുട്ടിയുടെ അവസ്ഥ അതാണ്. അപ്പം അതിൻ്റെ സിംറ്റംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുക, ഉറക്കമില്ല, പിന്നെ നമ്മൾ സ്റ്റൂൾസ് വൈറ്റ് ആയിരിക്കും, വെളുത്ത സ്റ്റൂളാണ്, ബയലില്ലാത്തതുകൊണ്ട് ബയൽ ഡക്ട് ആബ്സെന്റ് ആണെന്നാണ് സ്കാനിങ് കാണിക്കുന്നത്. അപ്പം ഇതാണ് കണ്ടീഷൻ. അപ്പം കുട്ടിക്ക് ഹോപ്പ്ലെസ് ആണ്. അപ്പം നമ്മളത് ശരിക്കും ഞാൻ ആ കുട്ടിക്ക് നമ്മൾ ആദ്യം കൊടുത്തത് നെക്സോമിക്കയാണ് കൊടുത്തത്. നെക്സോമിക്ക ഒരു ഡോസ് മാത്രം കൊടുത്തു. ഒരു ഡോസ് മാത്രം 45 ഡേയ്സല്ലോ. അപ്പം അതിൻ്റെ SGPT ലെവല് ഏകദേശം എൻ്റെ ഓർമ്മയില്ല, കേസ് ഞാൻ എടുത്ത സമയം കളയുന്നില്ല. എന്നിരുന്നാലും 600-700 SGPT SGOT ലെവൽ ഉണ്ടായിരുന്നത്. ബിലിറൂബിൻ ലെവൽ 20 ആയിരുന്നു. ബിലിറൂബിൻ ലെവൽ നമ്മുടെ നെക്സോമിക്ക ട്രീറ്റ്മെന്റിൽ കൊച്ച് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഉറങ്ങാൻ തുടങ്ങി. ഫീഡിങ് ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തു. വെയിറ്റ് ഒക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ കുട്ടി ഒരു 2003 ഞാൻ ഒരു നവംബറിലാണ് എൻ്റെ അടുത്ത് വരുന്നത്. ഡിസംബർ ജനുവരി ആയപ്പോഴത്തേക്കും നട്സ് കഴിഞ്ഞ് ലൈക്കോപീഡിയത്തിലേക്ക് മാറി. കുട്ടി കംഫർട്ടബിൾ ആയി. ബിലിറൂബിൻ ലെവല് ഒരു 3-4 മന്ത്സ് ആയപ്പോഴത്തേക്കും നോർമൽ ലെവലിലേക്ക് വന്നു ബിലിറൂബിൻ ലെവല്. ആ സമയത്ത് ഞാനിവിടെ ഒരു പീഡിയാട്രിഷ്യനെ കണ്ട്, സാർ ഈ കേസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സാർ പറഞ്ഞു, ജെയിംസ്, ഒരു കാരണവശാലും ഈ കേസ് എടുക്കരുത്, അവർക്കൊരു ഹോപ്പ് കൊടുക്കരുത്, ഇതൊരിക്കലും ശരിയാവില്ല എന്ന് പറഞ്ഞ കേസാണ് ഈ കേസ് സക്സസ്ഫുൾ ആയതിനു ശേഷം നമ്മൾ വീണ്ടും സ്കാൻ ചെയ്യുകയും അപ്പോൾ വെരി നോർമൽ ആവുകയും എല്ലാ പതോളജിക്കൽ വാല്യൂസും നോർമൽ ആവുകയും ചെയ്തു. അപ്പോൾ ഈ കേസ് ഞാൻ ദേവമാത കൂത്താട്ടുകുളത്തെ ഗ്യാസ്ട്രോഎൻട്രോളജി ജെയ്സൺ വർഗീസിനെ കൊണ്ട്, ഞാൻ ഇങ്ങനെ ഒരു കേസ് കണ്ടിട്ടില്ല, ഇത് നമ്മൾ അമേരിക്കയിൽ മാത്രമേ ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് എന്നെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കേസ് വീണ്ടും പീഡിയാട്രിഷ്യന്റെ മുന്നിൽ ഞാൻ കൊണ്ടു ചെന്നപ്പോൾ എൻ്റെ നെയ്ബർ പീഡിയാട്രിഷ്യൻ ഉണ്ട്. അദ്ദേഹം പറഞ്ഞു, ഹോമിയോ മരുന്ന് കൊണ്ട് ബയൽ ഡക്ട് മുളച്ചു വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, അത് ചിലപ്പോൾ ആദ്യത്തെ സ്കാനിങ്ങിലുള്ള മിസ്റ്റേക്ക് ആയിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സാർ, ദ ചൈൽഡ് ഈസ് സ്റ്റിൽ അലൈവ് എന്ന് ഞാൻ പറഞ്ഞു അദ്ദേഹത്തിനോട് ഗുഡ് ബൈ പറഞ്ഞു പോകുന്നു. പിന്നീട് പിൽക്കാലത്ത് പിന്നെ പുള്ളിയുടെ അമ്മ എൻ്റെ അടുത്ത്, അമ്മേനെ മരുന്ന് മേടിക്കാനായിട്ട് പുള്ളി വന്നിട്ടുണ്ട് കേട്ടോ. മറ്റൊരു കേസ് എന്ന് പറഞ്ഞാൽ ദേവമാത ഹോസ്പിറ്റലിൽ തന്നെ സർജൻ ജോർജ് മാത്യു എന്ന് പറയും. ഇപ്പൊ നമ്മൾ ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴ ഹോസ്പിറ്റലിലെ സർജനാണ് ജോർജ് മാത്യു. എനിക്ക് ഒരു ലെറ്റർ കൊടുത്തു വിടുകയാണ്. ഇതാണ് ഇന്നും ആ ലെറ്റർ സൂക്ഷിച്ചിട്ടുണ്ട്. ഈ ലെറ്റർ അത് എനിക്ക് വളരെ 2003 കൈൻഡ്ലി ഇവാലുവേറ്റ് ആൻഡ് ഡു ദി നീഡ്ഫുൾ ഫോർ ഫ്രാൻസിസ് വിത്ത് CS stomach undergone സർജറി.
and he has സിവിയർ വോമിറ്റിംഗ്. ഇതാണ് സംഭവം. ഈ കേസ് ഇത് ഒരു സർജൻ ഹോമിയോപ്പതി ഡോക്ടർക്ക് റെഫർ ചെയ്ത ലെറ്ററാണ് ഇയേഴ്സ് ബാക്ക്. ഇത് നമ്മൾ ഫോസ്ഫറസ് 1000 ഒരു ഡോസ് സാർ ഒരു ബൈസ്റ്റാൻഡർ പറഞ്ഞു വിടാൻ പറയുകയും ഫോസ്ഫറസ് 1000 അന്നത്തെ നമ്മൾ വേറെ ഒന്നും ഡയഗ്നോസ് ചെയ്ത് വൊമിറ്റിംഗ് ആഫ്റ്റർ സർജറി എന്നുള്ള ആ ഒരു സിംറ്റം എനിക്ക് ഫോസ്ഫറസ് കൊടുക്കാമെന്ന് തോന്നി ഫോസ്ഫറസ് കൊടുത്തു. അതിനുശേഷം ഫ്രാൻസിസ് 4 വർഷം ജീവിച്ചിരുന്നു. ആ ഫ്രാൻസിസ് ഡോക്ടർ ജോർജ് മാത്യു എന്നോട് ചോദിച്ചു ഞാൻ ഇനി ഹോമിയോപ്പതി ട്രീറ്റ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഫ്രാൻസിസ് ട്രീറ്റ്മെന്റ് തുടർന്നോളൂ എന്ന് പറയുകയും ഫ്രാൻസിസ് 4 വർഷത്തോളം ജീവിച്ചിരുന്നു. വീണ്ടും സെക്കൻഡറി രക്തത്തിൽ വന്ന് വീണ്ടും ഹോമിയോപ്പതിയിൽ നിന്നില്ല. ജോർജ് മാത്യുവിന്റെ കസ്റ്റഡിയിൽ തന്നെ അദ്ദേഹം വിട പറഞ്ഞു. ഇതാണ് ഇനിയും ഇനി ഇൻട്രാക്ഷനുള്ള സമയമായിട്ട് ഞാൻ കരുതുകയാണ്. ഇനി നമുക്ക് എന്നോട് 40 മിനിറ്റ്സാ പറഞ്ഞ് 45 കഴിഞ്ഞ് 15 കഴിഞ്ഞു. സോറി ഫോർ ദി ട്രബിൾ. താങ്ക് യു ഫോർ ദി പേഷ്യന്റ് ഹിയറിംഗ്. നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ വേണമെങ്കിലും ചോദിക്കാം. ഏത് സംശയം ചോദിച്ചാലും എനിക്ക് അറിവുള്ള രീതിയിൽ മറുപടി പറയുന്നു. യെസ് കം. സാറ് ശ്രീധരക്കുറുപ്പ് സാറ് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ശ്രീധരക്കുറുപ്പ് സാറെ സംസാരിച്ചോളൂ. ഇനി അൺമ്യൂട്ട് ചെയ്തേ സാറേ. ഒന്നുകൂടെ ശ്രീധരക്കുറുപ്പ് സാറെ ഒന്നുകൂടെ അൺമ്യൂട്ട് ചെയ്തേ. ജെയിംസ് മണിത്തോട്ടം, എന്നെ ഓർമ്മയുണ്ടോ? പിന്നെ കുറുപ്പ് സാർ നമ്മൾ എത്ര ഒരുമിച്ച് പല പ്രോഗ്രാമിലും പങ്കെടുത്തിട്ടുണ്ടല്ലോ. ഓട്ടെ. ഡോക്ടറുടെ പ്രസന്റേഷൻ വളരെ നന്നായിരുന്നു. അത് പ്രത്യേകിച്ച് മോട്ടിവേഷണൽ സ്പീച്ച് പോലെ ഉണ്ടായിരുന്നു. പലതും പറഞ്ഞതെല്ലാം എനിക്കും അതിനോട് വളരെയധികം യോജിപ്പുള്ളതാണ്. വളരെ നന്നായിരുന്നു. ഇനി കുറെ കേസുകൾ ഇതുപോലെ സോ കോൾഡ് ഇൻക്യൂറബിൾ കേസസ് അടുത്ത പ്രാവശ്യം വീണ്ടും അതുപോലെ വരിക. ഇപ്പം സമയം 9:52 8 മിനിറ്റേ ബാക്കിയുള്ളൂ. വേറെ ഉള്ളവർക്കും ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കട്ടെ. ഇവിടെ നമ്മുടെ സലിംകുമാർ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. പുള്ളിക്ക് മൈക്ക് ഹാൻഡ് ഓവർ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ക്ലാസ് വളരെ നന്നായിരുന്നു. ബിഗ് സല്യൂട്ട്. താങ്ക് യു വെരി മച്ച്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഇങ്ങനെ പ്രത്യേകിച്ച് ഇത് സൂയിസൈഡൽ ടെൻഡൻസി ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ ട്രീറ്റ് ചെയ്യുന്നത് ഡിപ്രഷൻ അതുപോലെ തന്നെ ആൻസൈറ്റി ആൻഡ് ഫോബിയ. ഇത് ഞാൻ കണ്ണുടച്ച് ചികിത്സിക്കും. അതുപോലെ നിങ്ങൾ പറഞ്ഞില്ല 300, ഞാൻ 350-നും 400-നും ഇടയ്ക്ക് കേസുകൾ ഒറ്റയാൾ പോലും മരിച്ചിട്ടില്ല. അതിനുശേഷം മരിച്ചവരെ പിന്നെ ചികിത്സിക്കാൻ പറ്റുമല്ലോ. പിന്നെ അത് അവർക്ക് ആ തോട്ട് വന്നിട്ടേ ഇല്ല. പിന്നെ ഈ ഒരു 4500 കേസുകൾ ഞാൻ ഡിപ്രഷൻ കേസ് ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. കുറിച്ചിയിൽ ഇരുന്നപ്പം മുതൽ ഇന്ന് വരെയുള്ള കേസുകൾ അതിൽ കൂടുതലുണ്ടെന്നേ ഉള്ളൂ, കുറവൊട്ടുമില്ല. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്കളും ഇത് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ എനിക്കതിൻ്റെ അകത്ത് ഉത്തമ വിശ്വാസമുണ്ട്. മനസ്സ് മനുഷ്യൻ്റെ മാറ്റാൻ സാധിക്കും. ഫിസിക്കൽ, മെൻ്റൽ, എമോഷണൽ ലെവലിൽ മാറ്റാൻ കഴിവുള്ള ഒരേ ഒരു മരുന്ന് ഹോമിയോപ്പതിയാണ്. അതിൻ്റെ കൂട്ടത്തിൽ സൈക്കോളജിക്കലായിട്ടുള്ള പല ട്രീറ്റ്മെൻ്റ് ഉണ്ട്. സൈക്കോളജി ഉണ്ട്, കൗൺസിലിംഗ് ഉണ്ട്, വേറെ പല പല മെത്തേഡുകളുണ്ട്. അതുകൂടാണെങ്കിൽ ഒന്നുകൂടെ എളുപ്പമാണ്. അതായത് ബാക്കിയുള്ളവരൊക്കെ 1 മാസം എടുത്തെങ്കിൽ നമുക്ക് 10 ദിവസം അല്ലെ 15 ദിവസത്തിനകം നമുക്ക് പേഷ്യൻറ്റിനെ ക്യൂർ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഒരാഴ്ചക്കകം റിസൾട്ട് കിട്ടുന്ന ഒരുപാട് കേസുണ്ട്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഓക്കെ സാറേ, സലീംകുമാർ ഡോക്ടറെ സംസാരിച്ചോളൂ. ഡോക്ടറെ. സലീം ഭായ്, കുറെ കാലം നമ്മള് കണ്ടിട്ടു അല്ലേ? ഇങ്ങനെയൊക്കെ എല്ലാരും മുഖം കാണാൻ നിർത്തി എല്ലാരും വീഡിയോ ക്ലോസ് ചെയ്തേക്കുവാണ്. നമ്മുടെ എല്ലാവരും എന്റെ സ്വഭാവമാണല്ലോ. വീട്ടിൽ വന്ന് നമ്മൾ കുറച്ച് റിലാക്സ് ചെയ്യണ നേരത്ത് വീഡിയോ ഓണാക്കി ശരിയാവില്ല. മറ്റേത് SC-ലൊക്കെ വെച്ച് കാണുള്ളൂ. ഇപ്പൊ കുറച്ചാണ് നമ്മൾ രണ്ടുപേരും ഇല്ലാത്തോണ്ട് കാണാറില്ല. ഞാന് ഡോക്ടേഴ്സിന് ഒന്നും ക്ലാസ് എടുക്കുന്നതിലും നമുക്ക് സമാധാനവും സന്തോഷവും എല്ലാം കിട്ടുന്നത് നമ്മള് പബ്ലിക്കുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോഴാണ്. ഞാൻ കഴിഞ്ഞ ദിവസം കാക്കനാട് വഴി പോയപ്പോ നിങ്ങളെ ക്ലിനിക്ക് കണ്ടിരുന്നു. അപ്പൊ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് അറിയാമായിരുന്നു. ഏതായാലും ഇങ്ങനെ എനിക്കും ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഏരിയ കൂടിയാണ് നിങ്ങൾ പോണത്. അതിനേക്കാൾ ഗംഭീരമായിട്ട് ഞാൻ പിന്നെ സ്ഥാപനങ്ങളൊന്നുമില്ല എങ്കിൽ ഈ ലൈനിൽ കൂടി ഞാൻ ഒരുപാട് സഞ്ചരിക്കുന്നുണ്ട്. നിങ്ങൾ ആ ലൈനിൽ കൂടി പോണ ആളാണെന്ന് അറിഞ്ഞപ്പോൾ സന്തോഷം തോന്നി.
സന്തോഷം അതെ. കണ്ടുമുട്ടിയത് ഇങ്ങനെയാണെങ്കിലും. നമ്മൾ പണ്ട് പോലെ സിമിലാരിറ്റി ഉള്ള ആൾക്കാരാ. ഓക്കെ നന്നായിട്ടുണ്ട്. താങ്ക് യു ഓക്കെ താങ്ക് യു. ഓക്കെ സലീംകുമാർ ഡോക്ടറെ, ഇനി നമ്മുടെ ജെയിംസ് ഡോക്ടറോട് സംസാരിക്കാനോ സംശയങ്ങൾ എന്തെങ്കിലും ചോദിക്കാനോ ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്ത് മുമ്പോട്ട് വരിക. സാറിനോട് എന്തെങ്കിലും ഹ്യൂബർട്ട് ഡോക്ടർ വന്നിട്ടുണ്ട്. അടുത്ത ഒരു സൈക്കോളജിസ്റ്റ് ആണ്. ഏതായിരുന്നാലും ഡോക്ടറെ ക്ലാസ് വളരെ നന്നായിരുന്നു. ഏതായിരുന്നാലും സീരിയസ് ആയിട്ട് സബ്ജക്റ്റുകളും കൊണ്ട് വരിക. കാരണം നമ്മള് ഒരു സെക്കൻഡ്, ഇവിടെ നമ്മൾ എല്ലാ ഡോക്ടേഴ്സും വളരെ സീരിയസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഇങ്ങനെ ഈ ഏകദേശം ഇത്രയും നാൾ 3.5 വർഷമൊക്കെ ആയില്ലേ. അല്ല അതുകൊണ്ട് സാറേ, സിമ്പിൾ ക്ലാസ്സുകളല്ല, യെസ് എല്ലാവരും വളരെ സീരിയസ് ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ കൂടുതൽ എടുക്കുന്നുണ്ട്. സീരിയസ് അപ്പോൾ ക്ലാസ്സുകൾ കൂടുതലും വരുമ്പോൾ ഡോക്ടർ ഈ നമ്മുടെ ഹോമിയോപ്പതിയിൽ മൈൻഡും നമ്മുടെ നോളജ് കാരണം ഇപ്പൊ നമ്മൾ ഈ ഡോക്ടർ ഇടയ്ക്ക് നമുക്ക് ഇങ്ങനെ ഒന്ന് സ്പർശിച്ചു പോയി, റൈറ്റ് ബ്രെയിൻ ലെഫ്റ്റ് ബ്രെയിൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്റഗ്രേറ്റഡ് ബ്രെയിനും ഒക്കെ. ആ. അപ്പോൾ അതൊക്കെ വളരെ സീരിയസ് ആയിട്ട് തന്നെ. ഇനി ഒരു സെക്കൻഡ്, യെസ് സാർ പറഞ്ഞു കേട്ടില്ല. ഓക്കെ. ഒരുപാട് കണ്ടുപിടുത്തങ്ങളൊക്കെ നടക്കുന്നതും, കാരണം എല്ലാവരും ഡോക്ടേഴ്സ് ആയതുകൊണ്ട് ധാരാളം കണ്ടുപിടുത്തങ്ങളും പുതിയ കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്നതെല്ലാം ഇവിടെ കൊണ്ടുവന്ന് ഈ വേദിയിൽ എല്ലാവരും അങ്ങോട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്ന് തന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയെന്ന് പറഞ്ഞിരുന്നാൽ ഇവര് മറ്റേ അർജന്റീനക്കാരിയുടെ ക്ലാസ് കേട്ടായിരുന്നു ഡോക്ടർ. ഞാൻ കേട്ടു കുറച്ച്. ഒറ്റ ഗുളിക വെച്ച അവര് മറ്റേ 9th എല്ലാം പൊട്ടൻസി 9th വെച്ചിട്ടാണ് ഒറ്റ ഗുളിക വെച്ചിട്ടൊക്കെയാണ് അവർ മറ്റേ 250 ഗ്രാം വെള്ളത്തിൽ ചേർത്ത് മിക്സ് ചെയ്ത് ഇടിച്ചൊക്കെയാണ് കൊടുത്താണ് അവർ ക്യൂറൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു ദിവസം കൊണ്ടും 2 ദിവസം കൊണ്ടും. നമുക്കത് കേട്ടപ്പോൾ സത്യം പറഞ്ഞത് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം നമ്മൾ തന്നെ 0/3 ഇതൊക്കെ തന്നെ ഇടുമ്പോൾ കുറച്ച് വാരിയൊക്കെ ഇടും ഇങ്ങനെ. അപ്പൊ അവർ ഒറ്റ ഗുളിയൊക്കെയാണ് ഇട്ടാണ് അവർ ട്രീറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നത്. അപ്പം അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഹോമിയോയുടെ വ്യാപ്തി എന്തുമാത്രം, നമുക്കൊക്കെ അറിവില്ലായ്മ എന്തുമാത്രം കിടക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ മാജിക് സാധ്യതകൾ. അപ്പം അതൊക്കെ ഇതുപോലെ ഷെയർ ചെയ്യുമ്പോഴാണല്ലോ നമ്മൾ അറിയുന്നത് ഇങ്ങനെ ഒറ്റ ഗുളിക ഇട്ടുകൊണ്ട് ഈ ഒരു കിടന്നുകൊണ്ടിരുന്ന കുതിര എഴുന്നേൽപ്പിക്കാൻ പറ്റുമെന്നും അതിൻ്റെ വയറ്റിൽ നിന്നൊക്കെ പോയത് കാരണം ഈ കുറേ പ്ലാസ്റ്റിക് ഇതും സോക്സ് ഒക്കെ ഈ ഒറ്റ ഗുളികയിലാണ് കാര്യങ്ങൾ നടന്നത്. അപ്പൊ അതൊക്കെ നമുക്ക് അത്ഭുതപ്പെടുത്തുന്ന കൊടിയമ്മാക്ക് മുഴുവൻ കേൾക്കാൻ പറ്റില്ല. ഞാൻ എന്താ പറയണ്ടെന്നുള്ളതിനെ പറ്റി ചിന്തിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഏതായാലും നാളെ നമ്മൾ ഇതെല്ലാം അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നാളത്തെ ഇതിന് ഡോക്ടറെയും കാണും. നാളെ അപ്ലോഡ് ചെയ്യുമ്പോൾ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാം. അങ്ങോട്ട് പോയി കാണുന്നില്ലല്ലോ. ഹരിഹരൻ സാറ് ഹാൻഡ് റൈസ് ചെയ്തിരുന്നു. ഇപ്പൊ ഹരിഹരൻ സാറ് ഹാൻഡ് റൈസ് ചെയ്തിരുന്നു, കാണുന്നില്ല ഇപ്പോ. ഓക്കെ, സംസാരിച്ചോളൂ. ഞാൻ നന്നായിരുന്നു ഡോക്ടർ. അപ്പൊ സീരിയസ് ആയിട്ട് ക്ലാസ്സിലൊക്കെ ആയിട്ട് വരാം ഇനി. ഓക്കെ, താങ്ക് യു. I will try my best, sir. ഓക്കെ, ഹരിഹരൻ സാറിന് എന്തെങ്കിലും പറയാനുണ്ടോ? സാർ കേൾക്കുന്നുണ്ടോ? നേരത്തെ ഹാൻഡ് റൈസ് ചെയ്തിരുന്നു. ഹരിഹരൻ സാർ പോയെന്നു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഒരു സെക്കൻഡ് ഞാൻ പറയാം. ഡോക്ടറുടെ ക്ലാസ് വളരെ നന്നായിരുന്നു. കാലഘട്ടത്തിന് യോജിച്ച രീതിയിലുള്ള ഒരു ക്ലാസ് ആണ്. പക്ഷെ എനിക്ക് ഞാൻ ഡോക്ടർക്ക് ചോദിക്കാനുള്ള ഒരു സംശയം എന്താന്ന് വെച്ചാൽ, നമ്മൾ കഴിക്കുന്ന ആഹാരം, നമ്മളിലുണ്ടാകുന്ന രോഗം, ഇത് തമ്മിലുള്ള റിലേഷൻസിനെ കുറിച്ച് ഡോക്ടർ ചിന്തിച്ചിട്ടുണ്ടോ? ഉറപ്പായിട്ടും. അത് ഞാൻ എപ്പോഴും ഈ സ്കൂളുകളിലൊക്കെ പോകുമ്പോൾ ഞാൻ അവരോട് നമ്മൾ എക്സാം ടൈമിൽ വെജിറ്റേറിയൻ ഫുഡ് അഡ്വൈസ് ചെയ്യാറുണ്ട്, നോൺ വെജ് അഡ്വൈസ് ചെയ്യാറില്ല. നമ്മൾ പരമാവധി സെലിബ്രേഷൻസിൽ മാത്രം നോൺ വെജ് ഉപയോഗിക്കുക, പരമാവധി നോൺ വെജ് നമ്മൾ ജങ്ക് ഫുഡും കുറയ്ക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഗൈഡൻസ് കൊടുക്കാറുണ്ട്. ഇപ്പം അമിതാഭ് ബച്ചനൊക്കെ വെജിറ്റേറിയൻ ആണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും. അങ്ങനെയൊക്കെ പറഞ്ഞാലാണല്ലോ നമ്മൾ പിള്ളേർക്കൊക്കെ മോട്ടിവേഷൻ ആവുള്ളൂ.
അപ്പൊ ആ രീതിയിൽ ഡയറ്റ് ഇപ്പൊ എൻ്റെ ക്ലിനിക്കിൽ തന്നെ BNYS പിന്നെ ഒരു സൈക്കോളജിസ്റ്റും വർക്ക് ചെയ്യുന്നുണ്ട്. നാച്ചുറോപ്പതി യോഗ ഡോക്ടറും അതിൽ യോഗ സെന്റർ ഉണ്ട്, നമുക്ക് നാച്ചുറോപ്പതി ക്ലിനിക്ക് ഉണ്ട്, പിന്നെ സൈക്കോളജിസ്റ്റും ഉണ്ട്. ആ രീതിയിൽ അതുകൊണ്ടാണ് നമ്മൾ ഹോളിസ്റ്റിക് രീതിയിൽ നിന്ന് സമഗ്ര സമീപനമാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ ഒന്നും അടുത്ത് യോഗയോ ഹോമിയോ അല്ല നാച്ചുറോപ്പതി ഒന്നും ആയുർവേദമോ മോഡേൺ മെഡിസിൻ ഒന്നും ഹോമിയോപ്പതിയുടെ അടുത്ത് എത്തില്ല. അത് ഈ പറഞ്ഞ സൈക്കോസൊമാറ്റിക് ഡിസീസിന്റെ കാര്യത്തിൽ. പക്ഷെ ഈ പറഞ്ഞ ഡയറ്റും ഡിസിപ്ലിനും എല്ലാം നന്നായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ഹോമിയോപ്പതിക് മെഡിസിനും ഫുള്ളി ആക്ട് ചെയ്യുള്ളൂ. കാര്യം ഇത് സാർ, അപ്പൊ ഞാൻ എൻ്റെ ഒരു ചോദ്യം, ആൽക്കഹോളിസത്തിന് നമ്മള് ഈ രോഗി അറിയാതെ മരുന്ന് കൊടുക്കുന്നു. അപ്പൊ ആൽക്കഹോളിസത്തിന് ഞാൻ രോഗി അറിയാതെ മരുന്ന് കൊടുക്കുന്നു. അപ്പൊ അവർക്ക് നമ്മൾ കൊടുക്കുന്നത് ചിലപ്പോൾ സിഫിലിനോ നെക്സോമിക്കോ സ്റ്റാഫിസാഗ്രിയോ അങ്ങനെ എന്തെങ്കിലും മെഡിസിൻ ആയിരിക്കും. അവരോട് നമ്മൾ ഡയറ്റ് ചാർട്ട് പറഞ്ഞിട്ടല്ലല്ലോ അവർക്ക് കൊടുക്കുന്നത്. അത് വണ്ടർഫുൾ റിസൾട്ടുകൾ നമുക്ക് കിട്ടാറുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മള് ഓൾക്കഹോളിസം അല്ല ഡോക്ടറെ ഞാൻ പറഞ്ഞു, ഓൾക്കഹോളിസത്തിന് ഡോക്ടർക്ക് അത് ചെയ്യാം. പക്ഷെ വേറെ പല കാര്യങ്ങളിലും അതെ, അതെല്ലാം ഈ നമ്മള് പബ്ലിക് ഹെൽത്ത് ഓഫീസറാണ്. നമ്മള് ഒരു ഡോക്ടർ എന്ന് പറഞ്ഞാൽ സമഗ്രമായിട്ട് അവരുടെ ഫാമിലി ഡോക്ടർ എന്ന് പറഞ്ഞാൽ അവരുടെ ഹെൽത്ത്, ഡയറ്റ്, അവരുടെ എക്സസൈസ്, അവരുടെ ഫുഡ് ഹാബിറ്റ്സ് ഇതെല്ലാം നമ്മൾ അഡ്വൈസ് ചെയ്യണം. അതാണ് എല്ലാം കൂടെ ചേർന്നാലേ ക്യൂറിങ് വരുത്തുള്ളൂ. അല്ലാതെ ഹോമിയോപ്പതിക് മെഡിസിൻ മാത്രം കൊണ്ട് ക്യൂർ ചെയ്യില്ല. അതുകൊണ്ടാണല്ലോ നമ്മള് യോഗ സെന്റർ എല്ലാം നമ്മൾ ഇപ്പൊ ഞാൻ ഇരിക്കുന്ന എൻ്റെ വീടിന്റെ ഫ്രണ്ടിലുള്ള കൺസൾട്ടിങ് റൂമിലാണ്. അതുകൊണ്ടാണ് ഇതിന്റെ ബാക്ക്ഡ്രോപ്പായി കാണുന്നത്. ഇപ്പൊ ഇവിടെ തന്നെ എൻ്റെ വീടിന്റെ 3ാം നില യോഗ ഫ്ലോറാണ്. വീടിന്റെ മുറ്റത്ത് ക്ലിനിക്ക് ഉണ്ട്. അതിൽ ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം നമ്മൾ BNYS-ഉം സൈക്കോളജിസ്റ്റും ഹോമിയോപ്പതി ഡോക്ടറും ഉണ്ട്. എൻ്റെ മോനിപ്പോൾ ഇറങ്ങി വന്ന ഹൗസ് സർജനാണ്. അവനും വന്നാൽ ഇപ്പോൾ MBBS ഡോക്ടറും കൂടെ ആവും. പിന്നെ മോള് ഫസ്റ്റ് ഇയർ BHMS കോഴിക്കോട് പഠിക്കുന്നു. അവള് വന്നാൽ ഒരു ഹോമിയോപ്പതിയും കൂടെ ആയി. ഓക്കെ ഡോക്ടറെ. ഓക്കെ ഹരിഹരൻ സാറേ. അടുത്ത ഡോക്ടർ അഫ്സൽ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറെ സംസാരിച്ചു. സാർ കേൾക്കുന്നുണ്ടോ? യെസ്, ഷുവർ. സാറേ, പിന്നെ ലേബർ കുറച്ച് ഡിലേ ചെയ്തിട്ട് ഒരു കുട്ടിക്ക് ഒരു പാൽസിന്റെ ഒരു കണ്ടീഷൻ കിട്ടിയിരുന്നേ. അപ്പൊ അതൊക്കെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ? അതൊക്കെ എങ്ങനെ ശരിയാക്കി എടുക്കാൻ പറ്റും? ലേബർ കുറച്ച് ഡിലേ ചെയ്തിട്ടേ ഒരു പാൽസിന്റെ കണ്ടീഷൻ കിട്ടിയിരുന്നു കുട്ടിക്ക്. ഇങ്ങനെ ലേബർ ഡിലേ ചെയ്തിട്ട്, അതായത് പ്രസവം കുറച്ച് നീണ്ടുപോയിട്ട് കുട്ടീനെ പുറത്തെത്താൻ കുറച്ച് അത് കുറച്ച് ലേറ്റ് ആയി എന്നാ പറഞ്ഞത്. അതായത് മറ്റേ ഡെലിവറി കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഉണ്ടായത്. അപ്പൊ കുട്ടി പിന്നെ കുട്ടി പുറത്തെത്താൻ കുറച്ച് ലേറ്റ് ആയി. അപ്പൊ അങ്ങനെ പാൽസി വന്നാണെന്നൊക്കെ പറയുന്നത്. പാൽസി വന്നല്ലേ? അപ്പൊ അതൊക്കെ ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ? നമ്മള് അത് ഞാൻ സെർബൽ പാൽസി ഞാൻ കൂടുതൽ ചെയ്യാറില്ല. ഞാൻ കൂടുതൽ ചെയ്യുന്നത് ഓട്ടിസം, ADHD, ഡിസ്ലെക്സിയാണ്. സെർബൽ പാൽസി കേസസ് കമ്പാരിറ്റീവ്ലി എനിക്ക് കുറവാണ്. സാർ, പിന്നെ അതിൽ ഈ കോൺസ്റ്റിപ്പേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ കുട്ടിക്ക്. അതാണ് ഒരു കംപ്ലൈന്റ് ആയിട്ട്. സിംറ്റമാറ്റിക് കറക്ഷനാണ് ഈച്ച് ആൻഡ് എവരി ഹോമിയോപ്പതി ഡോക്ടർ ചെയ്യുന്നത്. അപ്പൊ നമ്മളിപ്പോ ക്യാൻസർ ആണെങ്കിലും അൾഷിമേഴ്സിന് ഞാൻ ഡിമെൻഷ്യക്ക് നല്ല റിസൾട്ട് കൊടുക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഏതൊരു രോഗത്തിന്റെ പേരിനല്ല ഇമ്പോർട്ടൻസ്, നമുക്ക് സിംറ്റമാറ്റിക് കവറേജ് ആണെന്ന് കോവിഡ് വന്നപ്പോൾ നമ്മൾ തിരിച്ചറിഞ്ഞു. കോവിഡ് എൻ്റെ വൈറസ് അല്ലല്ലോ, നമ്മൾ സിംറ്റമാറ്റിക്. അവന് കഫ് നമ്മൾ കുറച്ചു കൊടുത്താൽ മാത്രമേ അവര് ഓക്സിജൻ ലെവൽ കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതാണ് നമ്മൾ സിംറ്റമാറ്റിക് കറക്ഷൻ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞ സെർബൽ പാൽസിയുടെ കാര്യത്തിൽ ഞാൻ എക്സ്പെർട്ട് അല്ല, എക്സ്പീരിയൻസ്ഡ് അല്ല. പക്ഷെ ഡിസ്ലെക്സിയോ, ഓട്ടിസം, ADHD ഏരിയയിലൊക്കെ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. CP ഞാൻ അധികം ചെയ്യാറില്ല. അത് ഓക്സിജന്, അത് ബ്രെയിനില് ആ ഓക്സിജൻ പെട്ടെന്ന് ചെല്ലാത്തോണ്ടാണ് അത് സംഭവിച്ചത്. അത് ഞാൻ ബരൈറ്റകാർബ് കൊടുത്തിരുന്നു. കുട്ടി അങ്ങനെ കൊടുക്കാൻ പറ്റുമോ? അല്ല, ബരൈറ്റകാർബ് വരില്ല. ബരൈറ്റകാർബ് വരില്ല. ഉള്ള ഒരു കുട്ടിക്ക് കാൽക്കേരിയക്കാർക്ക് കൊടുത്ത് കോൺസ്റ്റിപ്പേഷൻ മാറിയിട്ടുണ്ട് ഡോക്ടറെ. അത് ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷനോട് ചേർത്താണ്. ആ ഒരു കൽക്കരി കാർബിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ള കുട്ടിയാണെങ്കിൽ അങ്ങനെ നമുക്ക് ആ കോൺസ്റ്റിറ്റ്യൂഷനോട് നോക്കി കോൺസ്റ്റിപ്പേഷനും മരുന്ന് കൊടുക്കാം.
ഡോക്ടറെ ഉം. ബേസിക് ആയിട്ട് നമ്മൾ ആർണിക്ക കൊടുത്ത് തുടങ്ങിയായിരുന്നോ? ആർണിക്ക കൊടുത്തിട്ടില്ല. ആർണിക്കയിൽ നിന്ന് വേണം അത് തുടങ്ങാൻ. കാരണം ഓക്കെ. ഡിലേ ആണല്ലോ. പ്രധാനമായിട്ടും ഓക്കെ. ഡിലേ ഉണ്ടായി. അതുമൂലം ഉണ്ടായ പ്രശ്നങ്ങളാണ് കൂടുതലായിട്ട് ഉണ്ടായത്. അതിനോടൊപ്പം കൽക്കേരിയ സാർ അത് ആർണിക്ക എങ്ങനെ അത് ഇൻഡിക്കേഷൻ വരിക? അപ്പൊ ആർണിക്ക അത് ഒരു ഐഡിയ ഇഞ്ചുറീസ് അല്ലെ ഡിലേഡ് ഡോക്ടറെ ഇഞ്ചുറി അല്ലാതെ അത് എന്താന്ന് വെച്ചാൽ ലേറ്റ് ആയതാണ്. അത് ലേറ്റ് ആകുമ്പോ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാല് ബ്രെയിനിൽ ഓക്സിജൻ പെട്ടെന്ന് ചെന്നിട്ടില്ല. ബ്രെയിൻ ബ്ലഡ് സപ്ലൈ ഓക്സിജൻ കുറഞ്ഞു വരും. അതാണ് അങ്ങനെ സംഭവിച്ചത്. അതെ ഡോക്ടറെ, അവിടെ അനോക്സിയ വന്ന കണ്ടീഷനിൽ ആർണിക്കയ്ക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ആ രീതിയിലുള്ള നമ്മളുടെ മെഡിസിൻസ് പോവാം. ഈവൻ പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, ആ ഫീക്കൽ മെറ്റീരിയൽ കുറെയൊക്കെ ഇഞ്ചക്ഷൻ ഉണ്ടാവും. ഫീക്കൽ മെറ്റീരിയൽ ഇഞ്ചക്ഷൻ കുറെ കൂടുതലോ ഉണ്ടാകുമ്പോ ഫീക്കൽ മെറ്റീരിയൽ ഈ ഇൻഡസ്ട്രി അതിൽ കിടക്കുമ്പോഴുള്ള ആംനിയോട്ടിക് ഫ്ലൂയിഡിന്റെ ഒക്കെ ഒരുപാട് ഇത് വരുമ്പോൾ അതിന് അനോക്സിയും ബ്ലഡ് പോയ്സണിങ്ങും ഒക്കെ ധാരാളം കുട്ടികളുണ്ടാവും. അതാണ് ഒരു മെയിൻ ആയിട്ടുള്ള റീസൺ ആയിട്ട് സാധാരണ പറയപ്പെടുന്നത്. അപ്പൊ അതും നമ്മൾ അതിന്റെ ഒരു കറക്ഷന്, ആ പോയ്സണസ് കറക്ഷന് പ്രധാനമാണ്. എനിക്ക് തോന്നുന്ന ഒരു മെഡിസിൻ ഏതാന്ന് വെച്ച് കഴിഞ്ഞാല് ഓപ്പിയമാണ്. ഓപ്പിയം ഞാൻ ഇപ്പൊ കോൺസ്റ്റിപ്പേഷൻ ഇപ്പൊ ഞാൻ കൊടുത്തത് ഓപ്പിയം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഓപ്പിയമാണ് എനിക്ക് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ 2 ആഴ്ച കഴിഞ്ഞിട്ട് വരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനോടൊപ്പം കാൽക്കേരിയ ഫോസ് 6X കൂടെ ഒന്ന് കൊടുത്തു നോക്ക്. ഓക്കെ സാർ, താങ്ക് യു സാർ. താങ്ക് യു സാർ. ഓക്കെ ഡോക്ടറെ, എന്തായാലും ഡോക്ടർക്ക് പലരും പല മെഡിസിനും ഒക്കെ പറഞ്ഞ് എന്തായാലും ഡോക്ടർ ആ കുട്ടിയുടെ സെറിബ്രൽ പാൾസിക്ക് ആലോചിച്ച് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ട്രീറ്റ് ചെയ്യുക. എന്തായാലും അക്യൂട്ട് കംപ്ലൈൻസിനൊക്കെ അപ്പോഴുള്ള ഇതനുസരിച്ച് കുറച്ച് കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ നോക്കി മരുന്ന് കൊടുത്താൽ തീർച്ചയായിട്ടും കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ ചില്ലറ പ്രശ്നങ്ങളെല്ലാം മാറും. എന്തായാലും എല്ലാവരും ഡോക്ടേഴ്സ് പറഞ്ഞതെല്ലാം ഡോക്ടർക്ക് പ്രയോജനപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ സമയം ഏകദേശം കഴിയാറായി. നമ്മുടെ ജെയിംസ് ഡോക്ടർക്ക് നന്ദി പറയുന്നതിന് ഞാൻ ഹ്യൂബർട്ട് ഡോക്ടറെ ക്ഷണിക്കും. ഏതായിരുന്നാലും ഇന്നത്തെ ദിവസം വളരെ നല്ല ദിവസമായിരുന്നു. പ്രത്യേക കാരണം ഇതുപോലെ ഒരുപാട് ചർച്ചകൾ നടക്കാനായിട്ട് ഡോക്ടർ എനിക്കൊന്ന് ആദ്യമായിട്ടാണ് വരുന്നതെന്ന് തോന്നുന്നു നമ്മുടെ വേദിയിൽ. ചർച്ചകൾ ധാരാളമായിട്ട് കുറച്ചുകൂടെ ടൈം കിട്ടിയിരുന്ന കുറച്ച് കൂടുതൽ ചർച്ചകൾ ഉണ്ടാകുമായിരുന്നു. അപ്പോഴെല്ലാവരും ഇനിയിപ്പോൾ സെറിബ്രൽ പാൾസിയെ കുറിച്ചും ഒക്കെ ഇനി ചിന്തിച്ചു തുടങ്ങും. എന്തൊക്കെയാണ് അതിൽ പോസിബിലിറ്റീസ്, നെക്സോമിക്ക കൊടുക്കാമോ, ആർട്സിനിക്ക് ആൽബം കൊടുക്കാമോ എന്നൊക്കെ ഇനി ചിന്തിച്ചു തുടങ്ങും. അപ്പോൾ അതിൻ്റെ നമ്മുടെ ആ ട്രീറ്റ്മെൻറ്റിൻ്റെ ആ ഡയമെൻഷൻസ് തന്നെ വളരെ വലുതാവും. നമ്മൾ ആദ്യം ഒരു മരുന്നിലായിരിക്കും ആരംഭിക്കുന്നത്, പിന്നെ ഒരുപാട് മരുന്നുകളുടെയും പോസിബിലിറ്റീസിനെ കുറിച്ചൊക്കെ ഉണ്ടാകും. ഏതായാലും ഡോക്ടർ വന്നതിലും വളരെ സന്തോഷം. ഡോക്ടറിനോടൊപ്പം പലരും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. നാളെ നമ്മുടെ ഈ ഇതെല്ലാം ഏറ്റവും ഇതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ള, നാളെ നമ്മുടെ ഈ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യും, അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡോക്ടറിൻ്റെ പേഷ്യൻസിനൊക്കെ ഈ വീഡിയോസ് അയച്ചു കൊടുക്കുക. ഡോക്ടറിനുള്ള കണക്ഷൻസിലോട്ട് നമുക്ക് ഏകദേശം 4000 പേരോളം നമ്മുടെ ഇതിന് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. എല്ലാവരെയും കഴിയുന്ന സബ്സ്ക്രൈബേഴ്സ് ആക്കുക. എന്നിട്ട് യൂട്യൂബിൽ നാളെ ഉള്ള അപ്പോൾ ഡോക്ടേഴ്സിൻ്റെ എല്ലാ സുഹൃത്തുക്കളെയും എല്ലാവരും ഇതൊക്കെ അറിയിക്കുക. ഏതായാലും തന്നെ വന്നതിൽ വളരെ സന്തോഷം. ഡോക്ടറിനോടൊപ്പം ധാരാളം പേര് കൂടെ വരും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. കൂടുതൽ പേര് ഇതിന് പങ്കെടുക്കാനായിട്ട് ഡോക്ടർ ശ്രമിക്കുമെന്നും വിശ്വസിക്കുന്നു. ഏതായാലും തന്നെ ഡോക്ടർ നന്ദി ഇന്ന് വന്നതിനും ഈ മീറ്റിംഗിൽ പങ്കെടുത്തതിനും. താങ്ക് യു ഡോക്ടർ. നന്ദി ഡോക്ടർ ഹ്യൂബർട്ട്. എന്തായാലും ഒരു സെക്കൻഡ്, ഒരു കാര്യം ഞാനിപ്പോൾ മെഡിസിൻ ഒന്നും ടിപ്സ് പറഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് എൻ്റെ പേഴ്സണൽ വിൻ്റെ ഒരു ചാറ്റ് ചെയ്താൽ മതി. ഞാൻ കൊടുക്കുന്ന റെമഡീസ് ആവശ്യമുള്ള ഈ ഗ്രൂപ്പിൽ പങ്കെടുത്ത ആർക്ക് വേണമെങ്കിലും എന്നെ വിളിക്കുകയോ സംസാരിക്കുകയോ ചെയ്യാം. ഏതൊക്കെ റെമഡീസാണ് ഞാൻ LD-യിലും ADHD-യിലും ഓട്ടിസത്തിലൊക്കെ ഉപയോഗിക്കുന്നതെന്ന് ഞാൻ അവരോട് പറഞ്ഞേക്കാം. ഞാനത് ഇങ്ങനെ പറയാൻ ടൈമില്ല. ഒരു ക്ലാസ് ആയിട്ട് എടുത്താൽ മതി. സരിത, ഒരു ക്ലാസ് ആയിട്ട് എടുക്കണം. ക്ലാസ് മുഴുവൻ കേട്ടു. ആളൊരു ഭയങ്കര കേരളം മുഴുവൻ ബ്രാഞ്ചുകളൊക്കെ ഇട്ട് അടിപൊളി പാർട്ടിയാ.
ഇപ്പൊ ഇത് കേട്ടോണ്ടിരുന്നപ്പോ തന്നെ എനിക്ക് തന്നെ ഒരു ചെറിയ വട്ടൊക്കെ ഉണ്ട്. അപ്പൊ ഡോക്ടറെ അടുത്തേക്ക് വന്നാൽ അത് മാറുമെന്നൊക്കെ പ്രതീക്ഷകൾ വന്നിട്ടുണ്ട്. ഏതായാലും ആ നല്ല ക്ലാസ് ആയിരുന്നു. അവസാനം പറയുവാണെങ്കിൽ നല്ല ക്ലാസ് ആയിരുന്നു. ഓക്കെ, അവസാനം പറഞ്ഞ ആ വിഷയം, ആ മരുന്നിന്റെ ഒരു കുറവ് ഡോക്ടേഴ്സിന് ഉണ്ടാകാം. അതൊന്നും ഒരു ക്ലാസ്സും കൂടി ഡോക്ടർ എടുത്താൽ മതി. മരുന്നുകൾ പറഞ്ഞുകൊണ്ട്. തീർച്ചയായും ഇനി വരുന്നുണ്ട്, ഇനി വെടിക്കെട്ടുകൾ പുറകെ വരുന്നുണ്ട്. ഇതിപ്പോ ഒരു തുടക്കം മാത്രമായിരുന്നു. അപ്പൊ എന്തായാലും നമുക്ക് നാളെ നമ്മോടൊപ്പം ഭാഗ്യലക്ഷ്മി ഡോക്ടറാണ് എത്തുന്നത്. നാളത്തെ അതെ, ഞാൻ ഈ എന്റെ പ്രോഗ്രാം സ്റ്റാറ്റസ് ഇട്ടപ്പേ UK ഒരു ലേഡി ഒരു നിന്റെ പെരുമാറ്റ ദൂഷ്യം മാറ്റാത്ത എന്തെന്ന് ചോദിച്ചൊരു കമന്റ് വന്നു. അത് ആരും അറിഞ്ഞില്ല, എന്റെ ഇളയ പെങ്ങളാ. നമ്പർ ചോദിച്ചിട്ടുണ്ട്. ചാറ്റ് ബോക്സിൽ ഡോക്ടർ നമ്പർ ഒന്നിട്ടേക്കണേ. ഡോക്ടറുടെ ജെയിംസ് ഡോക്ടറുടെ ക്ലാസ് ഇനിയും പ്രതീക്ഷിച്ചുകൊണ്ടും ഡോക്ടർക്ക് ശുഭരാത്രി നേർന്നുകൊണ്ടും, അതുപോലെ തന്നെ ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന എല്ലാ ഡോക്ടേഴ്സിനും ശുഭരാത്രി നേർന്നുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം.